ഞാൻ നാസിക്കിൽ തിരിച്ചെത്തിച്ചേർന്നു. ഞാൻ ലൈവ് ഇടാൻ വേണ്ടിയിട്ട് ഇന്നലെയും ട്രൈ ചെയ്തു, ഇന്നും ട്രൈ ചെയ്തു. പക്ഷേ നടക്കുന്നില്ല. അതായത് ഇന്നലെ ട്രൈ ചെയ്തപ്പോഴത്തേക്കും ഇന്നലെ എൻ്റെ വൈഫൈയുടെ സബ്സ്ക്രിപ്ഷൻ തീർന്നിരിക്കുകയായിരുന്നു. അപ്പോൾ അത് റീചാർജ് ചെയ്തിട്ട് അത് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുത്തു. പക്ഷേ എന്നിട്ടൊരു 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും വൈഫൈ റെഡിയായി. പക്ഷേ അപ്പോഴത്തേക്കും പിന്നെ ഒരു 10:15 ആയി കഴിഞ്ഞു. പിന്നെ ഞാൻ വിചാരിച്ചു ഇന്നിപ്പോൾ ഇടണ്ടാന്ന് വിചാരിച്ചു. ഇന്ന് ഇത്രയും നേരം വലിയ കുഴപ്പമില്ലാതെ വൈഫൈ പൊയ്ക്കൊണ്ടിരുന്നു. പക്ഷേ ഇപ്പോൾ ആയപ്പോഴത്തേക്ക് എഗെയിൻ അത് പണി മുടക്കി. അതിൻ്റെ അകത്ത് എന്താണെന്ന് അറിയത്തില്ല. വൈഫൈ കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് മാത്രം ഇത് പോകുന്നില്ല. ലൈവ് പോവുകയാണെങ്കിൽ നമുക്ക് കുറഞ്ഞതൊരു ഒരു 20 MB/സെക്കൻഡെങ്കിലും സ്പീഡ് വേണം. അതുകൊണ്ടാണ് പിന്നെ ലൈവ് ഇടാത്തത്. ഇതാകുമ്പോഴത്തേക്കും കുഴപ്പമില്ല. ഇതാകുമ്പോൾ അത്ര MB/സെക്കൻഡ് ഒന്നും വേണ്ട. നമുക്ക് സൂം മീറ്റിംഗ് നടത്താൻ വേണ്ടിയിട്ട് മൊബൈലിലെ നെറ്റ്വർക്കിനും കണക്റ്റ് ആവുന്നതായിരിക്കും. എനിവേ, എല്ലാവരും മാർക്കറ്റിനെ പറ്റിയിട്ട് കുറച്ചധികം പേടിച്ചിരിക്കുകയാണെന്നറിയാം. എന്നാലും ഒന്ന് ചോദിക്കുകയാണ്, എന്ത് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും? എന്തായാലും As usual. ആസ് യൂഷ്വൽ. ഓക്കെ. ഞാൻ ഈ തിരിച്ചു വരും സമയത്ത് പറയൂ. തിരിച്ചു വരും ഉടനെ തന്നെ. ഓക്കെ. ഞാൻ ഈ സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇടുന്ന തമ്പനെയിൽസ്, യൂട്യൂബിൻ്റെ അകത്ത് അത്യാവശ്യം നോളജ് ഉള്ള ആൾക്കാർ ഇടുന്ന വീഡിയോസ് എൻ്റെ തമ്പനെയിൽസ് നോക്കുമ്പോൾ തന്നെ നമ്മൾ കുറേ നാളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് സ്റ്റിൽ എന്താ പറയുക ഇപ്പം അവർ പറയുന്നത്. എസ്പെഷ്യലി ബസന്ത് മഹേശ്വരിയുടെ ഇന്നത്തെ വീഡിയോയുടെ തമ്പനെയിൽ നോക്കിയാലും, അല്ലെങ്കിൽ വേറെ ഒരു ഒരു പർട്ടിക്കുലർ വ്യക്തി, മുടി ധരിച്ച ഒരാളുണ്ട്, ഞാൻ പേര് കൃത്യമായിട്ട് ഓർക്കുന്നില്ല. പുള്ളിയുടെ ഇന്നത്തെ വീഡിയോയുടെ തമ്പനെയിൽ, ഇന്നലത്തെ വീഡിയോയുടെ തമ്പനെയിലും സെയിം തന്നെയാണ്. അതായത് നിഫ്റ്റി ഓൾ ടൈം ഹൈ, സെൻസസ് ഓൾ ടൈം ഹൈ, പക്ഷേ പോർട്ട്ഫോളിയോസ് പെർഫോം ചെയ്യുന്നില്ല. അത് അവരുടെ പേഴ്സണൽ പോർട്ട്ഫോളിയോ ആണെങ്കിലും ഇത് നമ്മൾ ഓൾറെഡി നമ്മുടെ ലാസ്റ്റ് മീറ്റിൻ്റെ അകത്ത് നമ്മൾ എന്താ പറയുക ആ ഒരു സ്മോൾ ക്യാപ് സ്റ്റോക്കുകൾ സ്റ്റിൽ അണ്ടർ പെർഫോം ചെയ്യുകയാണ് എന്നുള്ള ആ ഒരു ഇത് വെച്ചിട്ട് ഡേറ്റ വെച്ചിട്ടും കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇവരും ഇത് തന്നെയാണ് പറയുന്നത്. അവരുടെ പേഴ്സണൽ പോർട്ട്ഫോളിയോസും പെർഫോം ചെയ്യുന്നില്ല, പക്ഷേ നിഫ്റ്റി ഓൾ ടൈം ഹൈയിൽ നിൽക്കുകയാണ്. അതിൻ്റെ പാനിക് ആവേണ്ടതില്ല, ഇത് ആ സൈക്കിളിൻ്റെ ഭാഗമാണ് എന്നുള്ളൊരു കാര്യം തന്നെയാണ് അവരും പറയുന്നത്. അപ്പോൾ നമ്മളും അത് തന്നെയാണ് കുറച്ച് നാളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അകത്ത് വേറെ ചേഞ്ച് ഒന്നുമില്ല. അപ്പം ബാക്കി അതല്ലാതെ മാർക്കറ്റ് സ്പെസിഫിക് ആയിട്ട് വേറെ വലിയ ന്യൂസ് കാര്യങ്ങളൊന്നും ഈ സമയത്ത് അങ്ങനെയൊന്നും കണ്ടിട്ടില്ല കേട്ടോ. എനിവേ, ബാക്കി നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള ക്വയറീസ് കാര്യങ്ങളൊക്കെ ചോദിക്കുക. നമുക്ക് ഓരോന്നോരോന്നായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാം. എല്ലാവരും ഈ സമയത്ത് ആൻഡ്രോയുടെ പാറ്റേണിനെ പറ്റിയിട്ടായിരിക്കും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ആദ്യമേ തന്നെ അത് ഒന്ന് കവർ ചെയ്തേക്കാം. ആൻഡ്രോയ്ക്കകത്ത് പാനിക് ആവേണ്ടതായിട്ടൊന്നും തന്നെ ഇല്ല. അതിൻ്റെ അകത്ത് താഴോട്ട് വരുന്നതിനനുസരിച്ചിട്ട് വോളിയം ഭയങ്കരമായിട്ട് കുറഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇതിന് മുന്നേ ഉള്ള എൻഡ്രോയുടെയോ അല്ലെങ്കിൽ വേറെ അക്യുമുലേഷൻ നടന്നേക്കുന്ന സ്റ്റോക്കുകളിലൊക്കെ നമ്മൾ കാണുന്ന സെയിം സാധനം തന്നെയാണ് എൻഡ്രോയ്ക്കകത്ത് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് സ്റ്റോക്ക് വളരെ പതുക്കെ 1%, 1% വെച്ചിട്ട് ഇങ്ങനെ ഇടിഞ്ഞുകൊണ്ടിരിക്കും. ഒരു 2-3 മാസം ഇടിയും. അത് കഴിയുമ്പോഴത്തേക്ക് അടുത്തൊരു 3-4 ആഴ്ച കൊണ്ട് ഭയങ്കരമായിട്ട് ഷൂട്ടപ്പ് ചെയ്ത് മേളിലോട്ട് കയറും. പിന്നെ 2-3 ആഴ്ച ഇടി. ഇതിങ്ങനെ ഒരു 3-4-5 പ്രാവശ്യം നടന്നു കഴിയുമ്പോഴത്തേക്ക് സ്റ്റോക്കിൻ്റെ അന്ന് അക്യുമുലേഷൻ കംപ്ലീറ്റ് ആവുകയും സ്റ്റോക്ക് പിന്നീട് മെയിലോട്ട് ഷൂട്ടപ്പ് ചെയ്യുകയും ചെയ്യാറുണ്ട്. ആൻഡ് ഇന്ന് നമ്മൾ മെമ്പേഴ്സ് കമ്മ്യൂണിറ്റിയിലും ഇതിൻ്റെ ഒരു സ്റ്റഡി പർപ്പസ് എന്നുള്ള രീതിയിൽ ഇതിന് മുന്നേ മൾട്ടി ബാഗർ റിട്ടേൺസ് തന്നിട്ടുണ്ടായിരുന്ന നമ്മുടെ കൊച്ചിൻ ഷിപ്പ്യാർഡും മസ്കോൺ ഡോക്കും RVNL അങ്ങനെയുള്ള കുറച്ച് സ്റ്റോക്കുകളുടെ ഒരു എക്സാമ്പിൾ എടുത്തിട്ട് ഞാൻ ആ സ്റ്റോക്കുകളുടെ അകത്ത് ഇതേപോലെയുള്ള ഫേസസ് എവിടെയാണ് വന്നേക്കുന്നത് എന്നൊക്കെ മാർക്ക് ചെയ്തിട്ട് നമ്മുടെ മെമ്പേഴ്സ് കമ്മ്യൂണിറ്റിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. എപ്പോഴാണോ ഈ ടൈപ്പിലുള്ള പാറ്റേൺസ് ഇങ്ങനെ ഭയങ്കര ചെറുതായി ചെറിയ പെർസെൻറ്റേജ് വെച്ചിട്ട് ഇങ്ങനെ ഇടിഞ്ഞിടിഞ്ഞ് താഴോട്ട് വരികയും പിന്നീട് ഇതിനൊക്കെ ഷൂട്ടപ്പ് ചെയ്യുകയും ചെയ്യുന്ന ഈ ഒരു പാറ്റേൺ ഞാൻ ആ മാർക്ക് ചെയ്തിട്ടിരുന്നതിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. എപ്പോഴാണോ ഇത് ഏറ്റവും ഡീപ്പസ്റ്റ് ഫോളോ അല്ലെങ്കിൽ ഏറ്റവും ലോങ്ങസ്റ്റ് ഫോളോ നടക്കുന്നത്, നോർമലി അവിടെ ആയിരിക്കും ഇതിൻ്റെ ബോട്ടോ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ ഒരു ഫോളിന് ശേഷമായിരിക്കും ഈ സ്റ്റോക്ക് അടുത്ത് പെർഫോം ചെയ്ത് തുടങ്ങുക എന്ന് പറയുന്നത്. എൻഡ്രോനെ സംബന്ധിച്ചിടത്തോളം എൻഡ്രോയ്ക്ക് അകത്ത് ഇത്രയും നാൾ നടന്നതിൽ എനിക്ക് തോന്നുന്നു ഇതാണ് ഏറ്റവും ലോങ്ങസ്റ്റ് അങ്ങനെയുള്ള ഒരു ഫോൾ എന്ന് പറയുന്നത്. കഴിഞ്ഞ കുറേ നാളായിട്ട് എൻഡ്രോ കൃത്യമായിട്ട് ഇങ്ങനെ ഇടിഞ്ഞിടിഞ്ഞിടിഞ്ഞ് താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതായിരിക്കണം മിക്കവാറും എൻഡ്രോയുടെ ഒരു എന്താ പറയുക ഒരു ബോട്ടത്തിലോട്ട് എത്തിച്ചേരാൻ വേണ്ടി പോകുന്നതെന്ന് തോന്നുന്നു. എനിക്കറിയത്തില്ല കൃത്യമായിട്ട്. ബാക്കി ഇനി ഏർണിങ്സ് കാര്യങ്ങളൊക്കെ എത്രമാത്രം വരുന്നു എന്നുള്ളത് ഒക്കെ അനുസരിച്ചിരിക്കും. അടുത്ത കുറച്ച് നാളത്തേക്ക് ഇത് വലിച്ചു നീട്ടപ്പെടുമോ ഇല്ലയോ എന്നുള്ളതും നമുക്കറിയത്തില്ല. കാരണം നമ്മളെപ്പോഴും പറയുന്ന ഒരു പ്രീബുൾ ഫേസിൻ്റെ അകത്ത് ഒരു 70% സ്റ്റോക്കുകളെങ്കിലും ഒരു 50-100% റിട്ടേൺസ് തരണമെന്നുള്ളതാണ് ഈ ഗ്രോത്ത് സ്റ്റോക്കുകൾ, നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സ്റ്റോക്കുകൾ. ഇപ്പോൾ 70% നോക്കിക്കഴിഞ്ഞാൽ എത്ര പെർസെൻറ്റേജ് സ്റ്റോക്കുകൾ ആ ഒരു ടൈപ്പിലുള്ള റിട്ടേൺസിലോട്ട് എത്തിച്ചേർന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഇൻട്രാർക്ക് എത്തിച്ചേർന്നു, അതേ കണക്കിന് ഒരു ഇന്ത്യ ഷെൽട്ടർ എത്തിച്ചേർന്നു, പിന്നെ SME സ്റ്റോക്കുകളിൽ ഗബ്രിയൽ പെറ്റ്സ്ട്രാപ്സ് അങ്ങനെയുള്ള ഒരു സ്റ്റോക്കൊക്കെ മാത്രമേ എത്തിച്ചേർന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ 10 സ്റ്റോക്ക് ഡിസ്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 10 സ്റ്റോക്കിൻ്റെ അകത്താണ് നമ്മൾ മെമ്പേഴ്സ് കമ്മ്യൂണിറ്റിയിൽ പെർസെൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് 3-4
സ്റ്റോക്കുകൾ മാത്രമേ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇനി ബാക്കിയുള്ള സ്റ്റോക്കുകളും ഈ ഒരു പ്രീ ബിൽ ഫേസ് തീരുന്നതിന് മുന്നായിട്ട് എത്തിച്ചേരണമെന്നുള്ളതാണ് നമ്മുടെ ഒരു വിഷൻ എന്ന് പറയുന്നത്. അത് എത്തിച്ചേരുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. തൽക്കാലം പ്രീ ബിൽ ഫേസ് കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ മാർക്കറ്റ് കുറച്ചുകൂടെ ആ ഒരു ലാഗി ഫേസിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ നമുക്ക് ഇതിൻ്റെ അകത്തൊരു ടേക്കായിട്ട് പറയാൻ വേണ്ടിയിട്ടുള്ളൂ കേട്ടോ. എനിവേ ബാക്കി നിങ്ങളുടെ സൈഡിൽ നിന്ന് ക്വയറീസ് കാര്യങ്ങളൊക്കെ ചോദിക്കുക കേട്ടോ. അത് ചാറ്റ് ഇടയ്ക്ക് പറഞ്ഞ ബോക്സിൻ്റെ അകത്ത് വിമൻസ് കാർട്ടും ആയിരുന്നു. കേട്ടില്ല. വിമൻസ് കാർട്ട് വിമൻസ് കാർട്ടും കയറിയിട്ടുണ്ട്. ഇതല്ലാതെ വേറെ ഈ നമ്മൾ കോർ പോർട്ട്ഫോളിയോയിൽ ഡിസ്കസ് ചെയ്യാത്ത, അതേസമയത്ത് വളരെ ചെറിയ സ്റ്റോക്കുകളായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ള കുറേ സ്റ്റോക്കുകളുണ്ട് കേട്ടോ. അതൊക്കെ ഒരുപാട് കയറിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ HSIL എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റോക്ക് നോക്കുകയാണെങ്കിൽ അതൊരു ഓൾമോസ്റ്റ് 3x 4x എന്തോ റിട്ടേൺസ് വന്നിട്ടുണ്ട്. അതല്ലാതെയും വേറെ കുറച്ചധികം ഈ എമറാൾഡ് ഫിനാൻസും അങ്ങനെയൊക്കെയുള്ള കുറച്ചധികം സ്റ്റോക്കുകൾ നമ്മൾ വേറെ ഡിസ്കസ് ചെയ്തേക്ക് അതൊക്കെ ഭയങ്കരമായിട്ട് റിട്ടേൺസ് വന്നിട്ടുണ്ട്. പക്ഷേ അത് നമ്മളിവിടെ കവർ ചെയ്യുന്നില്ല. കാരണം നമ്മൾ കോർ പോർട്ട്ഫോളിയോയിൽ മെജോറിറ്റി ആൾക്കാരുടെ സംസാരിച്ച സ്റ്റോക്കുകൾ മാത്രമായിട്ടാണ് പറയുന്നത് കേട്ടോ. ആൻഡ് ഈ സൂം മീറ്റിംഗ് നടത്തുമ്പോഴത്തേക്ക് മാക്സിമം എല്ലാവരും ചോദ്യങ്ങൾ വോയിസ് ആയിട്ട് തന്നെ ചോദിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ടൈപ്പ് ചെയ്തിടുന്നത് കുറച്ച് പാടാണ്. ഓക്കെ, ഞാൻ നാസിക്കിലാണോ ചോദിച്ചിട്ടുണ്ട്. അതെ, നാസിക്കിലാണ്. പറയൂ ഭായ്. എൻട്രോയില് കഴിഞ്ഞ കുറച്ച് നാൾ മുന്നേ വരെ നമ്മുടെ വോളിയം ഒരു 7,000-8,000 ആ റേഞ്ചിലല്ലായിരുന്നോ? അതിനുശേഷം പിന്നീട് അത് കൂടി ഇപ്പൊ ഒരു 40,000-30,000 ആ റേഞ്ചിലോട്ട് അങ്ങനെ ഡെയിലി വോളിയംസിന്റെ ക്യാൻഡിൽ മാറുന്നില്ലേ? അപ്പൊ അതൊരു ഡിസ്ട്രിബ്യൂഷൻ പാറ്റേൺ ആണോ? അങ്ങനെ ഈ 7,000-8,000 എന്ന് പറയുന്നത് ഏത് ടൈമിൽ ആണോ ഉദ്ദേശിച്ചത്? ഒരു 3-4 മാസം മുന്നേ ആണ്. 3-4 മാസം, എനിക്ക് കൃത്യം ഒരു മന്ത് ഓർമ്മയില്ല. പക്ഷെ എന്നാലും ഞാൻ ആ ഒരു സമയത്ത് കുറച്ച് പാറ്റേൺസ് നോക്കിയപ്പോൾ അങ്ങനെയാണ് കണ്ടത്. അത് 3-4 മാസം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഓഗസ്റ്റ് ജൂലൈ ആ റേഞ്ചൊക്കെ ആണോ? അത് കാണാൻ വേണ്ടിയിട്ടില്ല. എല്ലാം സ്റ്റിൽ എന്താ പറയുക, 50,000, 1,00,000, 2,00,000 ആ റേഞ്ചിലൊക്കെ തന്നെയാണ് സ്റ്റിൽ നിൽക്കുന്നത്. അത് അതിന് മുന്നേ ആണോന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. പക്ഷെ ഞാൻ അതിന് മുന്നേ ആണെങ്കിലും ഓൾമോസ്റ്റ് ആവറേജ് അത് തന്നെയാണ് അതിന്റെ വോളിയം എന്ന് പറയുന്നത്. അങ്ങനെയായിരിക്കും. ജുബായ് ചിലപ്പോൾ നോക്കിയത്, അന്ന് നോക്കിയത് BSE എന്ന് നോക്കുന്നത് NSE ആയിരിക്കും. ഓക്കെ. പിന്നെ അല്ല, എൻട്രോ എന്ന് പറയുന്ന സാധനം ആക്ച്വലി സ്മോൾ ഇതിലായിരുന്നുകൊണ്ട് അത് നാച്ചുറലി പതുക്കെ കയറുള്ളൂ, നമുക്ക് തീർച്ചയല്ലേ? അല്ല, ഇതിൽ ആ തീർച്ച മാത്രമല്ല, എൻ്റെ അടുത്ത് വേറെ ഒരുപാട് സൈഡിൽ നിന്ന് കൺഫർമേഷൻസ് കിട്ടുന്നുണ്ട്. എസ്പെഷ്യലി ഞാൻ ഇന്നൊരു ഡേറ്റ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു മെമ്പേഴ്സ് കമ്മ്യൂണിറ്റിയിൽ. ഞാനത് ഇവിടെ കാണിക്കാൻ പറ്റുമല്ലോ എന്ന് നോക്കട്ടെ. ഞാൻ ആ ഫോട്ടോ ആക്ച്വലി സ്ക്രീൻഷോട്ടുകൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞായിരുന്നു. 1 സെക്കൻഡ്. സ്ക്രീന് ഷെയർ ചെയ്താൽ ഇനി നെറ്റ്വർക്ക് പണിമുടക്കില്ല. നെറ്റ്വർക്കിൻ്റെ അകത്ത് മീൻസ് എന്തെങ്കിലും സ്ലോ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണേ. സ്ക്രീൻ വിസിബിൾ ആണോ? ഓക്കെ. ഇത് കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ പാറ്റേൺ ആണ്. കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ പാറ്റേണിൻ്റെ അകത്ത് നിങ്ങൾ കാണുന്നുണ്ടോ, ഇടയ്ക്കിടയ്ക്ക് ഇതേ കണക്ക് തന്നെ ചെറിയ പെർസെൻറ്റേജിൻ്റെ റെഡ് ക്യാൻഡിൽസ് കണ്ടിന്യൂസ് ആയിട്ട് ഫോം ചെയ്യുന്നു. അതിനുശേഷം പിന്നീട് പെട്ടെന്നൊരു ഷൂട്ടപ്പ് മേളിലോട്ട്, അത് കഴിഞ്ഞ് പിന്നെയും കുറേ നാൾ ഇത് തന്നെ. ആൻഡ് ഈ ക്യാൻഡിൽസ് ഫോം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കോമൺ ആയിട്ട് കാണാൻ വേണ്ടി പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ ഒരു സ്റ്റോക്ക് ഇടിയുമ്പോഴത്തേക്കും മര്യാദയ്ക്കാണ് ഇടിയുന്നതെങ്കിൽ ഒരു 2-3 റെഡ് ക്യാൻഡിൽസ്, അത് കഴിഞ്ഞിട്ട് 1-2 ഗ്രീൻ ക്യാൻഡിൽസ്, പിന്നെ 2-3 റെഡ് ക്യാൻഡിൽസ്, അങ്ങനെയായിരിക്കും ഇടിയുന്നത്. പക്ഷേ ഇവിടെ ഇടിയുമ്പോഴത്തേക്ക് അങ്ങനെയല്ല ഇതിൻ്റെ അകത്തൊക്കെ ഇടിയുന്നത്. ഇതിൻ്റെ അകത്ത് ഇടിയുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് മാത്രമേ ഉള്ളൂ, റെഡ് ക്യാൻഡിൽസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്ത് പറ്റുന്നതായിരിക്കും, റീറ്റെയിലേഴ്സ് മാക്സിമം അതിൻ്റെ അകത്ത് പാനിക് ചെയ്യപ്പെടുന്നതായിരിക്കും. എന്നിട്ട് അങ്ങനെ പാറ്റേൺസ് കുറച്ച് നാൾ കണ്ടിന്യൂ ചെയ്ത് പോയതിന് ശേഷം ഒരു സമയത്ത് നടക്കുന്ന പാറ്റേൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിനുശേഷം നടക്കുന്ന ഒരു ഫോൾ എന്ന് പറയുന്നത് ഭയങ്കര ഹ്യൂജ് ആയിട്ടുള്ള ഫോൾ, ചിലപ്പോൾ കുറച്ചധികം മാസം എടുത്ത് നിൽക്കുന്ന ഒരു ഫോൾ ആയിട്ട് വരികയോ, അല്ലെങ്കിൽ കുറച്ചധികം നാൾ കണ്ടിന്യൂസ് ആയിട്ട് ഡൗൺ പോവുകയൊക്കെ ചെയ്തതിന് ശേഷം പിന്നീട് ഇതിൻ്റെ അകത്ത് എന്ത് പറ്റുന്നു, സ്റ്റോക്ക് ബോട്ടം ഫോം ചെയ്യുന്നു. ഇതേ കണക്ക് തന്നെ വേറൊരു സ്റ്റോക്കിലോട്ട് വരാൻ നേരത്ത് മസ്കോൺ സ്റ്റോക്ക്, ഇതിൻ്റെ അകത്തും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ഇടിയുമ്പോഴത്തേക്കും കണ്ടിന്യൂസ് ആയിട്ട് റെഡ് ക്യാൻഡിൽസ് വെച്ച് ഇടിഞ്ഞു പോകുന്നു. അതിനുശേഷം പിന്നീട് മേലിലോട്ട് എന്ത് ചെയ്യുന്നു, ഒരു വളരെ ചെറിയ ദിവസങ്ങൾ കൊണ്ട് മേലിലോട്ട് കയറി പോകുന്നു, പിന്നെയും കണ്ടിന്യൂസ് ആയിട്ട് ഇടിഞ്ഞു വരുന്നു. ഇവിടെയും ലാസ്റ്റ് നടന്നേക്കുന്ന ഫോളാണ് ഏറ്റവും കൂടുതൽ എന്താ പറയുക, പെർസെൻറ്റേജ് വൈസ് ഏറ്റവും ടോപ്പിൽ നിന്നിട്ട് ഏറ്റവും ബോട്ടം വരെ വന്നേക്കുന്നത് പെർസെൻറ്റേജ് വൈസ് ഏറ്റവും ഹയസ്റ്റ് ഫോൾ എന്ന് പറയും. ഈ പർട്ടിക്കുലർ പാറ്റേണുകൾക്കെല്ലാം ശേഷം ഈ സ്റ്റോക്കുകൾ ഭയങ്കരമായിട്ടുള്ള റിട്ടേൺസ് ആണ് പിന്നീട് തന്നിരിക്കുന്നത് കേട്ടോ. 10x 20x ടൈപ്പ്
ടൈപ്പിലുള്ള റിട്ടേൺസ്. ഇത് എൻഡ്രോയിഡ് നോക്കാൻ നേരത്തെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ഞാൻ ഈ മാർക്ക് ചെയ്തേക്കുന്നത് എൻ്റെ ഫോളോ നടക്കുന്ന സ്ഥലങ്ങളാണ്. ആൻഡ് ഈ ഫോളോ നടക്കുന്ന സ്ഥലം എൻഡ്രോയിഡ് നോക്കുമ്പോഴത്തേക്ക് ഇപ്പോഴത്തെയാണ് ഏറ്റവും ലോങ്ങസ്റ്റ് ഫോളോ നടക്കുന്നത്. ഓക്കെ, ഇതിന് മുന്നേയൊക്കെ കുറച്ച് നാൾ ഒരു 2-3 മാസം ഫോളോ കിടന്നിട്ട് പിന്നെ പെട്ടെന്ന് സ്റ്റോക്ക് അടുത്ത് ഷൂട്ടപ്പ് ചെയ്യും, പിന്നെ അത് കണക്കിന് ഫോളോ കിടക്കും, അങ്ങനെയാണ്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു ഫോളോയിങ് മാത്രം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ബോട്ടത്തിലോട്ട് ഇത് ഓൾമോസ്റ്റ് എത്താറായി എന്നുള്ളതിൻ്റെ ഒരു ഇൻഡിക്കേഷനാണ്. ഇവിടെ നിങ്ങൾ കാണുന്ന കല്യാൺ ജുവലേഴ്സിൻ്റെ ആണ്. കല്യാൺ ജുവലേഴ്സിൻ്റെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ആദ്യം ഒരു ഫോളോ കിടക്കുന്നു, പിന്നീട് മേലോട്ട് പ്രൈസ് ഷൂട്ട് ചെയ്യുന്നു, വളരെ ചെറിയ ദിവസങ്ങളുണ്ട്, പിന്നെ അടുത്ത് ഫോളോ കിടക്കുന്നു. ഫോളോ നടക്കുമ്പോഴത്തേക്കും കണ്ടിന്യൂസ് ആയിട്ട് റെഡ് ക്യാൻഡിൽസ് മാത്രം ഫോം ചെയ്ത് ഫോളോ നടക്കുന്നു, പിന്നെ അടുത്ത് മെയിലോട്ട് ഷൂട്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഏറ്റവും അടുത്ത് വന്നേക്കുന്നത്, ലാസ്റ്റ് വന്നേക്കുന്നത് തേർഡ് ഫോളോ എന്ന് പറയുന്നത് അത്യാവശ്യം ടൈം എടുത്ത് കുറേ നാൾ മാർക്കറ്റിൻ്റെ അകത്ത് ആ സ്റ്റോക്കിന് താഴെ പിടിച്ചെടുത്തൊക്കെ രീതിയിലുള്ള ഒരു ഫോളോ ആണ് പിന്നീട് നടന്നേക്കുന്നത്. അതിനുശേഷം സ്റ്റോക്ക് പിന്നീട് എത്ര കണ്ട് മേലിലോട്ട് പോയെന്ന് എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ വളരെ കോമൺ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഈ ഒരു ടൈപ്പിലുള്ള പാറ്റേൺസ് കാര്യങ്ങളൊക്കെ ഈ അക്യുമുലേഷൻ നടക്കുന്ന സ്റ്റോക്കുകളുടെ അകത്ത് വിസിബിൾ ആണ് കേട്ടോ. അപ്പം ഇതും ആ ഒരു പാറ്റേൺ എന്ന് മാത്രമേ ഞാൻ ഇതിൻ്റെ അകത്ത് എടുക്കുന്നുള്ളൂ. നമുക്ക് നോക്കാം മുന്നോട്ട് പോകുമ്പോഴത്തേക്കും എന്തൊക്കെയാണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ളത്. ആൻഡ് ഇത് ഈ സ്റ്റോക്കിനകത്ത് മാത്രമല്ല, ഒരുപാട് സ്റ്റോക്കുകളുടെ അകത്ത് ഇത് തന്നെയാണ് ഇപ്പം കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഇപ്പോൾ വേറെ എന്താ ലേണിംഗ് എടുത്ത് നോക്കിയാലും ഒക്കെ എല്ലാ സ്റ്റോക്കുകളും എടുത്ത് നോക്കിയാലും ഇതേ ടൈപ്പിലൊക്കെ തന്നെയാണ് അത് റിയാക്ട് ചെയ്യുന്നത്. പിന്നെ നമ്മളല്ലാതെ വേറെ ഒരുപാട് ആൾക്കാർ, ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ നല്ല നല്ല സ്റ്റോക്കുകളൊക്കെ സജസ്റ്റ് ചെയ്യുന്ന, ഈ പ്രീവിയസ് ലീഡേഴ്സ് അല്ലാത്ത സ്റ്റോക്കുകളൊക്കെ സജസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ ഇപ്പോൾ സജസ്റ്റ് ചെയ്യുന്ന സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ആ സ്റ്റോക്കുകളുടെയും അവസ്ഥ എല്ലാം ഓൾമോസ്റ്റ് സെയിം ഒക്കെ തന്നെയാണ്. ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ സജൽ കപൂർ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്, സജസ്റ്റ് അല്ല, പുള്ളി സ്റ്റഡി റെക്കമെൻഡേഷന് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്ന സ്റ്റോക്കാണ് ഈ റൊസാരി ബയോടെക്. നമ്മൾ ഈ സ്റ്റോക്കിനെ പറ്റിയിട്ട് ഇതിന് മുന്നേ കഴിഞ്ഞ മാർക്കറ്റ് സൈക്കിളിൽ സംസാരിച്ച്, എൻ്റെ കഴിഞ്ഞ മാർക്കറ്റ് സൈക്കിളിൻ്റെ എൻഡിൽ ആ ഒരു ഡൗൺ തുടങ്ങിയപ്പോഴത്തേക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിച്ച് നമ്മൾ എക്സിറ്റ് ആയി പോയ സ്റ്റോക്കാണ്. എൻ്റെ ഈ റൊസാരി ബയോടെക്കിനെ പറ്റിയിട്ട് പുള്ളി ഇപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ആർട്ടിക്കിളൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സ്റ്റോക്ക് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഇപ്പോഴും അതും ബോട്ടത്തിൽ തന്നെയാണ് നിൽക്കുന്നത്, 52 വീക്ക് ലോയുടെ അടുത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ആൾക്കാർ സംസാരിക്കുന്ന സ്റ്റോക്കുകളൊക്കെ ക്വാളിറ്റി സ്റ്റോക്കുകൾ, നെക്സ്റ്റ് മാർക്കറ്റ് സൈക്കിൾ പെർഫോമൻസിന് ചാൻസ് ഉള്ള സ്റ്റോക്കുകൾ എന്നുള്ള രീതിയിൽ ഇവരെല്ലാവരും സംസാരിക്കുന്ന സ്റ്റോക്കുകളുടെ എല്ലാം കണ്ടീഷൻ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഇതൊക്കെ തന്നെയാണ്, 52 വീക്ക് ലോയിനടുത്തൊക്കെ തന്നെയാണ് നിൽക്കുന്നത്. അല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് എന്തൊന്നും മേലിലോട്ട് കയറി പോകുന്ന സ്റ്റോക്കുകളിലല്ല ഇവരെല്ലാവരും നിൽക്കുന്നത്. അപ്പോൾ അത് നോർമലാണ് ഈ ഒരു സമയത്ത് ഇതുപോലെ സ്റ്റോക്കുകൾ ബിഹേവ് ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ പി ഒ സി എൽ ഇതുപോലെ ടോപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ? ഏതാ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ചെറിയ ചെറിയ പാറ്റേൺ പി ഒ സി എൽ പോണ്ടി ഓക്സൈഡ്സോ? അതെ, പോണ്ടി ഓക്സൈഡ്സിൻ്റെ ഇതുപോലെ ചെറിയ ടോപ്പ് ചെറിയ ആക്ച്വലി പാറ്റേൺ കഴിഞ്ഞ മാർക്കറ്റ് സൈക്കിളിൽ തന്നെ അതിൻ്റെ ടോപ്പ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടതാണല്ലോ. സെപ്റ്റംബറിലൊക്കെ തന്നെ പോണ്ടി ഓക്സൈഡ്സിൻ്റെ ടോപ്പ് ആക്ച്വലി ക്രിയേറ്റ് ചെയ്യപ്പെട്ടതാണ് കേട്ടോ. അതിനുശേഷം പിന്നീട് അതിൻ്റെ അകത്ത് നല്ലൊരു ഫോളും വന്നിട്ട് ഇപ്പോൾ അതൊരു കോമ്പൗണ്ടിങ് റിട്ടേൺസ് എന്നുള്ള രീതിയിൽ കയറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത് എത്ര നാളുണ്ടായിരിക്കുമെന്ന് അറിയത്തില്ല കേട്ടോ. സ്റ്റോക്ക് ഓൾമോസ്റ്റ് 10x റിട്ടേൺസും ആയിട്ടില്ലേ. അതിൻ്റെ ബോട്ടത്തിൽ നോക്കുകയാണെങ്കിൽ 130 നിന്ന് 1500 വരെ പോയില്ലേ, 10x മേലെ റിട്ടേൺസ് ആയി. ഈ പോണ്ടി ഓക്സൈഡ്സിൻ്റെ പാറ്റേൺ ഒക്കെ കമ്പയർ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് നെറ്റ്വോപ്പ് ടെക്നോളജീസ് പോലെയുള്ള സ്റ്റോക്കുകളുമായിട്ടാണ്. നെറ്റ്വോപ്പ് 1 സെക്കൻഡ്, ഞാനിപ്പോൾ എൻ്റെ സൈഡിൽ നിന്ന് മാത്രമാണ് സ്ക്രീൻ, ഞാൻ ടാബിൻ്റെ അകത്താണ് നോക്കുന്നത് കേട്ടോ. നെറ്റ്വോപ്പിൻ്റെ അകത്തും ഇതേ കണക്ക് തന്നെ മേളിലോട്ട് സ്റ്റോക്ക് കയറിപ്പോയിട്ട് താഴോട്ട് ഇടിഞ്ഞു വരുന്നു, അതിനുശേഷം പിന്നെയും മേളിലോട്ട് ഷൂട്ടപ്പ് ചെയ്യുന്നു. എല്ലാ ആൾക്കാരും നെറ്റ്വോപ്പിനെ പറ്റി സംസാരിക്കുന്നു, എയർ റിലേറ്റഡ് ആയിട്ടുള്ള തീമാണ്, അതാണ് ഇതാണ്, ഇന്ത്യൻ മാർക്കറ്റിൻ്റെ അകത്ത് നെറ്റ്വോപ്പ് നല്ല സ്റ്റോക്കല്ലേ, അതല്ലേ ഇതല്ലേ എന്നൊക്കെ എല്ലാവരും ചോദിക്കുന്നു. ഇപ്പം നെറ്റ്വോപ്പിൻ്റെ അവസ്ഥ എന്താണ്? അപ്പം ഇതുപോലുള്ള സ്റ്റോക്കുകൾ, ഇപ്പോൾ നെറ്റ്വോപ്പ് ആയിക്കോട്ടെ, അപ്പോളോ മൈക്രോ സിസ്റ്റംസ് ആയിക്കോട്ടെ, ഇതൊക്കെയാണ് പോണ്ടി ഓക്സൈഡ്സിന് നമുക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന മറ്റ് ചാർട്ട് പാറ്റേൺസ് കേട്ടോ. പക്ഷേ ഈ നെറ്റ്വോപ്പിൻ്റെ അകത്തൊക്കെ ഉള്ളതുപോലെ ഭയങ്കര വെർട്ടിക്കലായിട്ടുള്ള ഒരു ഷൂട്ടപ്പ് ഇപ്പോൾ പി ഒ സികളുടെ അകത്ത് നടന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. മറ്റേ വെർട്ടിക്കലി നെറ്റ്വോപ്പൊക്കെ കയറിയതുപോലെ ഒറ്റയടിക്ക് വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് മാത്രം സ്റ്റോക്ക് ഡബിൾ ആവുന്ന ആ ഒരു ഫിനോമിനലോട്ട് പോവുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ അകത്ത് ടോപ്പ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതായിരിക്കും. ഇത് ചിലപ്പോൾ കുറച്ച് നാളുകൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. പക്ഷേ സ്റ്റിൽ അതൊരു റിസ്ക് റിവാർഡ് റേഷ്യോ ഫേവറബിൾ ആയിട്ടുള്ള ബെറ്റല്ല. പിന്നെ അജു, ഒരു കാര്യം ചോദിക്കട്ടെ. നമ്മളിപ്പോ ആ FIIs ഇപ്പോഴും വിൽക്കാത്ത സ്റ്റോക്കുകളെ പറ്റി എന്താ അഭിപ്രായം? അതായത് ഇപ്പൊ കുറെ നാളുകളായിട്ട് FI കണ്ടിന്യൂസ് ആയിട്ട് വിൽക്കുകയാണല്ലോ, അവരിപ്പോഴും 50% മേളില് കയ്യില് വെച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റോക്കുകളുടെ ഭാവി എന്തായിരിക്കും? അത് ഡിപ്പെൻസ് ഓൺ സ്റ്റോക്ക് എന്ന് മാത്രമേ പറയാൻ വേണ്ടി പറ്റത്തുള്ളൂ. ചിലപ്പോൾ FIs വളരെ കാലം മുന്നേ അവർ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കുകളാണ്. അവർക്കത് ചിലപ്പോൾ ഇനി ഒരു ബെയർ മാർക്കറ്റ് വന്നാൽ പോലും വിൽക്കാൻ വേണ്ടി താല്പര്യമില്ലാത്ത സ്റ്റോക്കുകളുണ്ടായിരിക്കാം.
ഓക്കെ, അപ്പോൾ നമ്മൾ ആ സ്റ്റോക്കിൻ്റെ അഭിപ്രായം ഈ ഒരു ബുൾ മാർക്കറ്റിൽ അത് എങ്ങനെ പെർഫോം ചെയ്യും എന്നുള്ളത് നമുക്ക് പറയാൻ വേണ്ടി പറ്റത്തില്ലല്ലോ. എൻ്റെ എഫ് ഐ ചിലപ്പോൾ ഇനി അടുത്ത ബൈ സൈഡിലോട്ട് വരുമ്പോഴത്തേക്കും ഈ പറഞ്ഞ സ്റ്റോക്കുകളിലോട്ട് ചിലപ്പോൾ അവർ ഇനി ഒരിക്കലും ബൈ ചെയ്യത്തുമില്ലായിരിക്കും. കാരണം അവരുടെ പൊസിഷൻ ബിൽഡിംഗ് എൻ്റെ ചിലപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ അവർ പുതുതായിട്ട് വേറെ സ്റ്റോക്കുകളിലായിരിക്കും ബൈ ചെയ്യുന്നത്. അപ്പോൾ ആ സ്റ്റോക്കുകളായിരിക്കത്തില്ലേ കയറുന്നത്. ഓക്കെ, അപ്പം എഫ് ഓക്കെ, ഐ ഒരു എസിൻ്റെ കാര്യം കൂടി ചോദിച്ചു. ആ ഓക്കെ, അത് ക്ലിയർ ആയി. ഒരു കാര്യം ഓക്കെ കൂടി ചോദിച്ചോട്ടെ. ഇപ്പൊ ആ ഒരു പെർസെന്റേജ് വൈസ് നോക്കുമ്പോൾ 50% പബ്ലിക് ഉണ്ടായിരുന്നത് പെട്ടെന്ന് ഉം 45 ആവുകയും അത് ഉം ഓട്ടോമാറ്റിക് ആയിട്ട് DIAസിലേക്ക് പോവുകയും അത് ഉം അടുത്ത സെക്ഷനിലേക്ക് ഇപ്പൊ പ്രൊമോട്ടേഴ്സിലേക്കോ മാറുകയും ചെയ്യുന്നത് എന്തിന്റെ ഇതാണെന്ന് പറയാം. പബ്ലിക്കിൽ നിന്ന് എങ്ങോട്ട് പോയി? അതായത് പെട്ടെന്നൊരു 5% പബ്ലിക്കിൽ നിന്ന് DIAസോ അല്ലെങ്കിൽ വേറൊരു സെക്ഷൻ വാങ്ങി ഉം അവിടുന്ന് ഒരു അടുത്ത ക്വാർട്ടർ വരുമ്പോൾ ആ ഒരു 5% അടുത്ത സെക്ഷനിലേക്ക്, അതായത് ആദ്യത്തെ സെക്ഷനിലല്ല, രണ്ടാമത്തെ സെക്ഷനിലല്ല, മൂന്നാമത്തെ സെക്ഷനിലേക്ക് മാറുന്നത് എന്തിന്റെ ഒരു സൂചനയായിരിക്കും എന്ന് പറയാൻ പറ്റും? ഇല്ല, അങ്ങനെ നമുക്ക് പറയാൻ വേണ്ടി പറ്റത്തില്ല. ഇപ്പോൾ ആദ്യത്തെ കാര്യം തന്നെ ജസ്റ്റ് ഇപ്പോൾ പബ്ലിക്കിൽ നിന്നിട്ട് ഇപ്പോൾ DISലോട്ട് പോയി എന്ന് പറയുന്നു. അത് DIS മാർക്കറ്റ് പർച്ചേസ് ആണോ ചെയ്തേക്കുന്നത്, അതോ ഈ പബ്ലിക് എന്ന് പറഞ്ഞ സെഗ്മെൻ്റ് അകത്ത് തന്നെ ഈ 1% അടുപ്പിച്ചിട്ടുള്ള പൊസിഷനിലുള്ള, അതേസമയത്ത് പേര് വിസിബിൾ ആവാത്ത വേറെ കുറച്ച് ഇൻവെസ്റ്റേഴ്സ് ഉണ്ടായിരിക്കാം. അപ്പോൾ അവർക്ക് 1% മേലെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ അകത്ത് പേരെടുത്ത് അറിയാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ, ഇന്ന ആളാണ് ഇന്നത് ഹോൾഡ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഡയറക്റ്റ് മാർക്കറ്റ് പർച്ചേസ് എന്നുള്ള രീതിയിലല്ലാതെ ഇങ്ങനെയുള്ള ഒരു 3-4 ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്നായിട്ടാണ് ഇവർ ഷെയർ മേടിക്കുന്നതെങ്കിൽ നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ അടുത്ത് വലിയ റിഡക്ഷൻ വരത്തില്ല. അപ്പോൾ ഡയറക്റ്റ് മാർക്കറ്റിൽ നിന്നിട്ടാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ അതായത് ഡയറക്റ്റ് എന്താ പറയുക, നമ്മളൊക്കെ ഓർഡർ ഇടുന്ന കണക്ക് ആ സെൽ ഓർഡർ ഇടുമ്പോഴത്തേക്കും അതിൻ്റെ അകത്തുനിന്ന് പർച്ചേസ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് നമുക്ക് നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ അകത്ത് റിഡക്ഷൻ ആയിട്ട് അത് അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെ നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ അകത്ത് റിഡക്ഷൻ ആയിട്ട് അറിയാൻ വേണ്ടി പറ്റിയ 5% ആണ് അതിൻ്റെ അകത്തുനിന്ന് മാറിയിരിക്കുന്നതെങ്കിൽ അത് ഓബിയസ്ലി നല്ലൊരു പോയിന്റാണ്. ഓക്കെ, അല്ലെങ്കിൽ നല്ലൊരു ന്യൂസാണ്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ക്വാർട്ടറിലോട്ട് വരുമ്പോഴത്തേക്കും അത് ആ ഒരു DIയുടെ കയ്യിൽ നിന്നിട്ട് പ്രൊമോട്ടർ മേടിച്ചു എന്ന് പറയുമ്പോഴത്തേക്കും പ്രൊമോട്ടർ പിന്നെ അവിടെ നിന്ന് എന്ത് ചെയ്യുന്നത്, അവിടെ ആക്ച്വലി പ്രൊമോട്ടറിൻ്റെ കയ്യിലിരുന്നാലും DIയുടെ കയ്യിലിരുന്നാലും മാർക്കറ്റിൻ്റെ അകത്തുള്ള സപ്ലൈയിൽ വേറെ ചേഞ്ച് ഒന്നുമില്ല. കാരണം ഒരു ഇൻവെസ്റ്ററിൻ്റെ കയ്യിൽ നിന്ന് വേറൊരു ഇൻവെസ്റ്ററിലോട്ട് പോയി എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ മാർക്കറ്റിൻ്റെ അകത്ത് സപ്ലൈക്കകത്ത് വേറെ ഷോർട്ടേജ് വന്നിട്ടില്ല. അപ്പോൾ ഷോർട്ടേജ് വരാത്തത് കൊണ്ട് തന്നെ ഇനി ഡിമാൻഡ് വരുമ്പോഴത്തേക്കും ഇവിടെ സപ്ലൈ ഭയങ്കരമായിട്ട് കുറവായതുകൊണ്ട് ഇത് സ്പൈക്ക് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റത്തില്ല. ഒരു ഇൻവെസ്റ്ററിൽ നിന്ന് മറ്റൊരു ഇൻവെസ്റ്റർ, രണ്ട് ആരുടെ കയ്യിലിരുന്നാലും, DIയിലിരുന്നാലും പ്രൊമോട്ടറിൻ്റെ കയ്യിലിരുന്നാലും FIയിലിരുന്നാലും ഒക്കെ തന്നെ നമുക്ക് തുല്യമായിട്ടുള്ള ഇമ്പാക്റ്റ് ആയിരിക്കും വരുന്നത് ബിസിനസ് പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ. ഓക്കെ ഓക്കെ, ഓക്കെ, താങ്ക് യു. പിന്നെ പിന്നെ എൻട്രോയുടെ കേസിൽ പല ബിഗീസിന് ഇപ്പോഴും ഇൻട്രസ്റ്റ് ആയിട്ട് വരാമല്ലോ. ആ അവർക്ക് പുതിയ അക്യുമുലേഷൻ സ്റ്റാർട്ട് ചെയ്താൽ കൂടി. അത് ഈ വിഗീസിന് ഇൻട്രസ്റ്റ് വരുന്നത് പലർക്കും പല കാര്യങ്ങളിലാണ്. ചിലർക്ക് ചില മ്യൂച്വൽ ഫണ്ടുകളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ചില ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചിടത്തോളം ROE 15 മേലെ ഉണ്ടെങ്കിലേ അവർ മേടിക്കത്തുള്ളൂ, അല്ലെങ്കിൽ ROC ഇത്രയ്ക്ക് 20 മേലെ ഉണ്ടെങ്കിലേ അവർ മേടിക്കത്തുള്ളൂ. അങ്ങനെ കുറേ ക്ലാസിക് തിയറികൾ വെച്ചുകൊണ്ടിരിക്കുന്ന പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ സ്റ്റോക്ക് നല്ല നല്ല റിസൾട്ട് കാഴ്ചവെച്ച് എപ്പോഴെങ്കിലും മേലിലോട്ട് കയറി ചിലപ്പോൾ ഒരു 5x മേലെ എത്തുമ്പോഴത്തേക്കും ആയിരിക്കും അവർ ഈ സ്റ്റോക്കിൻ്റെ അകത്ത് ഇൻട്രസ്റ്റഡ് ആവുന്ന, അവർ ഇതിൻ്റെ അകത്ത് ബൈങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ പിന്നീട് വരുന്ന കാര്യങ്ങൾ. അല്ലെങ്കിൽ ഇന്നത്തെ ഡേറ്റിൽ തന്നെ ഈ സ്റ്റോക്കിനെ പറ്റിയിട്ട് അധികം ധാരണയില്ലാത്ത ആരെങ്കിലുമൊക്കെ നാളെ ഇതിനെപ്പറ്റി കേൾക്കുമ്പോൾ നാളെ അവർക്ക് ഇതിൻ്റെ അകത്ത് കൺവിഷൻ വരികയാണെങ്കിൽ അവരും ഇതിൻ്റെ അകത്ത് മേടിക്കാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. പക്ഷേ നമ്മളെന്തായാലും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പാറ്റേണിൻ്റെ ബേസിൽ ഇപ്പോൾ സംസാരിക്കുന്നു എന്നേ ഉള്ളൂ. നാളെ വേറെ ആരെങ്കിലും വരുമ്പോഴത്തേക്കും ഇതിൻ്റെ പാറ്റേണിൽ എന്തെങ്കിലും ചേഞ്ച് വരികയാണെങ്കിൽ നമുക്ക് അപ്പോഴും നോക്കാം. പിന്നെ വേറൊന്നുമില്ല, അതിനകത്ത് ഉണ്ടാകുന്ന ഇത് ഈ എന്താ പറയാ, പ്രൈസ് റിഡക്ഷൻ അങ്ങനെ തന്നെ ചിലപ്പോൾ കണ്ടിന്യൂ ചെയ്യാൻ കുറച്ചൊക്കെ സ്കോപ്പ് ഉണ്ട്. അല്ലേ, ഇത് നമ്മൾ കയറിയിരിക്കുന്ന സ്റ്റോക്കിൻ്റെ അകത്ത് നമ്മുടെ കൺവിക്ഷൻ കീപ്പ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. നമ്മളിപ്പോൾ ഈ സ്റ്റോക്ക് മാറിയിട്ട് വേറൊരു സ്റ്റോക്കിൽ കയറി കഴിഞ്ഞാലും ഇതൊക്കെ തന്നെയായിരിക്കും ഓൾമോസ്റ്റ് അവസ്ഥയെന്ന് പറയുന്നത്. ഓക്കെ, ആ കുറച്ചാൾ കയറും, അത് കഴിയുമ്പോൾ കുറച്ചാൾ താഴോട്ട് വരും, പിന്നെ കുറച്ചാൾ കഴിയുമ്പോൾ ഇപ്പോൾ ഏറ്റവും റീസെൻ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഈ ഇൻട്രാർക്ക് ബിൽഡിംഗ് ആണ്. ഇൻട്രാർക്ക് ബിൽഡിങ് ഇതേ കണക്ക് ഇതിന് മുന്നേ ഒന്ന് കയറിയതായിരുന്നു. കയറി കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും ഇൻട്രാക്കിനെ പറ്റി സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ മാസങ്ങളോളം ഇതിനെ പറ്റിയിട്ട് ആരുടെയും ഒരു സംസാരവും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ റീസെൻ്റ്ലി അഗൈൻ കയറിയപ്പോഴത്തേക്കും എല്ലാവരും അതിനെപ്പറ്റി സംസാരിക്കുന്നത്. സ്റ്റോക്ക് മാർക്കറ്റ് ഇങ്ങനെയാണ്, അതിൻ്റെ അകത്ത് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഷൂട്ടപ്പ് വരുമ്പോഴത്തേക്കും നേരത്തെ ഉണ്ടായിരുന്ന ഹൈനെക്കാട്ടി മേലോട്ട് സ്റ്റോക്കുകൾ കയറി പോകുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ നമ്മുടെ സ്റ്റോക്കും ആ ഒരു രീതിയിലോട്ട് എത്താൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ കൺവിക്ഷൻ പറഞ്ഞ കാര്യമില്ല. ഇല്ല, അതെ സാർ, നമ്മളെ മെമ്പേഴ്സ് കമ്മ്യൂണിറ്റിയിൽ ഇപ്പോൾ നമ്മൾ ലിനുബായി ഇങ്ങനെ
ഈ ഒരു കമ്പനി ഹോൾഡിംഗ് കമ്പനികൾ ഷെയർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൈമാറ്റം ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. ആ സമയത്ത് തോന്നിയൊരു സംഭവം ഈ ഹോൾഡിംഗ് കമ്പനികൾ തന്നെ മറ്റൊരു കമ്പനിയിലേക്കെല്ലാം കൈമാറുന്നതായിട്ടൊക്കെയാണ് കൂടുതൽ കാണുന്നത്. അപ്പൊ ചിലപ്പോൾ അവർക്കൊരു പ്രോഫിറ്റ് ലോസ് കാണിക്കാനോ അല്ലെങ്കിൽ അവരുടെ പ്രോഫിറ്റ് കുറച്ച് കാണിക്കാനോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾക്ക് വേണ്ടി മറ്റൊരു കമ്പനിയിലാക്കിയിട്ട് അങ്ങനെ മാറുന്ന ഒരു സംഭവം അങ്ങനെയൊക്കെ ഉണ്ടായിക്കൂടെ? പലതും ഉണ്ടായിരിക്കാൻ പോയത് നമ്മൾ ഇതിനെ പറ്റിയിട്ടൊന്നും ആലോചിച്ച് തലപോയിക്കേണ്ടതില്ല. ഈവൻ നമ്മുടെ മെമ്പേഴ്സ് കമ്മ്യൂണിറ്റിയിൽ ചില ഡിസ്കഷൻസ്, അതായത് ഇപ്പോൾ ഇന്ന് തന്നെ രാവിലെ വന്നേക്കുന്ന ഒരു മെസ്സേജ് ഞാൻ കേട്ടത്, നമ്മുടെ ഗ്രൂപ്പിനെ ഫോക്കസ് ചെയ്തിട്ട് നമ്മുടെ ഗ്രൂപ്പിൻ്റെ അകത്തുള്ള ആൾക്കാരെ എന്ത് ചെയ്യുക, ഔട്ട് ചെയ്യിക്കാനാണോ ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെയുള്ള ടൈപ്പിലുള്ള സംസാരങ്ങളൊക്കെ ഇടയ്ക്ക് വരാറുണ്ടല്ലോ. അപ്പം ഞാനിതിൻ്റെ അകത്ത് നമ്മളെ അത്ര കണ്ട് വലിയൊരു സംഭവമായിട്ട് കാണുന്നില്ല. ആൻഡ് നമ്മൾ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മൾ ആലോചിക്കേണ്ടതുമില്ല. നമ്മളൊരു സ്റ്റോക്കിൻ്റെ അകത്ത് റൈറ്റ് ആയിട്ട് എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അത് പേഷ്യൻ്റ്ലി കീപ്പ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബാക്കി അവരെന്തിന് ചെയ്യുന്നു എന്നുള്ളത് അത് അവരുടെ എന്താ പറയുക, അവരുടെ കാര്യം, നമ്മളത് അറിയേണ്ടതില്ല. നമ്മൾ എന്തിന് കയറി എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ആ കാര്യം നടക്കുന്നവരെ നമ്മൾ അതിൻ്റെ അകത്ത് നിൽക്കുക എന്നുള്ളതേ ഉള്ളൂ. അവർക്ക് പല കാര്യങ്ങളുണ്ടായിരിക്കും വിൽക്കാൻ വേണ്ടിയിട്ട്, അവർക്ക് പല കാര്യങ്ങളുണ്ടായിരിക്കും മേടിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ അതിനെ പറ്റിയിട്ട് ഒരുപാടധികം അങ്ങോട്ട് ചൂഴ്ന്ന് ആലോചിക്കാതിരിക്കുന്നതാണ് നല്ലത്. നാളെ നമ്മൾ എപ്പോഴെങ്കിലും അവരുടെ ലെവലിലോട്ട് എത്തുകയാണെങ്കിൽ നമുക്കും ആ കാര്യങ്ങൾ കുറേ കൂടെ വ്യക്തത കിട്ടുന്നതായിരിക്കും. എന്തിനായിരിക്കും അവരിങ്ങനെ ചെയ്തത്, ടാക്സ് ലാഭിക്കാൻ വേണ്ടിയിട്ടാണോ, ആർബിട്രാജിന് വേണ്ടിയിട്ടാണോ, എന്തിനൊക്കെ വേണ്ടിയിട്ടാണെന്ന് നമുക്ക് അപ്പോഴും മനസ്സിലാവും. നമ്മൾ ഇപ്പോഴേ അതിനെ പറ്റിയിട്ട് ആലോചിക്കേണ്ടതില്ല. ഇപ്പം നമുക്ക് നമ്മുടെ ഇന്നത്തെ ലെവലിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കി തരുന്ന എന്താണോ നമ്മൾ അതിനെ ഫോക്കസ് ചെയ്യുക. അല്ല, നമുക്ക് കൺവിഷൻ കൂടാൻ വേണ്ടി വേറെ കാര്യം കൂടി ഉണ്ട്. അവര് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഇൻവെസ്റ്റർ പ്രസന്റേഷൻ നടത്തിക്കൊണ്ടിരിപ്പുണ്ട്. ബോർഡ് മീറ്റിംഗ് അല്ലേ? അതെ. ആജ് ബ്രോ, പ്ലഡ്ജ് ചെയ്തിട്ട് പൈസ ഫണ്ട് റേസ് ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം എന്താണ്? എന്ത് പ്ലഡ്ജ് ചെയ്തിട്ട്? ഷെയർസോ? അതെ, ഷെയർസ് നമ്മുടെ ഉള്ള പോർട്ട്ഫോളിയോ പ്ലഡ്ജ് ചെയ്തിട്ട്, അതോ പുറത്തുനിന്ന് പൈസ റേസ് ചെയ്യുന്നതാണോ നല്ലത്? പുറത്തുനിന്ന് റേസ് ചെയ്യുന്നതാണ് എപ്പോഴും പ്രിഫറബിൾ. മാർക്കറ്റിൻ്റെ അകത്ത് നിന്ന് റേസ് ചെയ്യുക എന്ന് പറയുന്നത് കൂടുതലും ഒരു പ്രോപ്പർ ബുൾ മാർക്കറ്റ് സ്റ്റാർട്ടായതിനു ശേഷം, അതും ട്രേഡിംഗ് പെർസ്പെക്റ്റീവിൽ ഷോർട്ട് ടൈം ഒക്കെ എടുക്കുമ്പോഴത്തേക്കുമാണ് കൂടുതൽ വർക്ക് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ ബ്രോ, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇത് ഒരിക്കൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ DISന്റെ ഒരുപാട് പൈസ വരുമ്പോൾ മ്യൂച്വൽ ഫണ്ടിന്റെ ആണെങ്കിലും അവർക്ക് ഇത്ര പെർസെന്റേജ് മാർക്കറ്റിലേക്ക് ഇൻഡ്യൂസ് ചെയ്യണം എന്നൊരു റൂൾ ഉണ്ടെന്നുള്ളത്. അപ്പോ അത് ഓക്കെ, റൂളിനനുസരിച്ചാണ് അവർ മാർക്കറ്റിലേക്ക് ഇടുന്നത്. അപ്പൊ ഈ അവര് വിൽപ്പന എന്താവശ്യത്തിനായിരിക്കും? അതായത് എപ്പോഴും DISും FISും ഒരു എമൗണ്ട് വിൽപ്പനയും ഒരു എമൗണ്ട് വാങ്ങലും ആണല്ലോ കാണിക്കുന്നത്. അപ്പൊ വിൽക്കണം എന്ന് നിർബന്ധം ഉണ്ടാവോ? മനസ്സിലായില്ല. അതായത് ഈ ഡെയിലി ഡേറ്റയിലുള്ളയാണോ പറയുന്നത്, അതായത് മ്യൂച്വൽ ഫണ്ടിന്റെ ഹോൾഡിംഗിൽ വിൽക്കുന്നതാണോ അതെ പറയുന്നത്? അതെ, ഡെയിലി ഡേറ്റയിലും നമ്മൾ കാണുമ്പോൾ DIS ഒരു ഇപ്പൊ 10,000 കോടി വിറ്റു, 11,000 വാങ്ങി എന്നുണ്ടല്ലോ. അപ്പൊ ഒരിക്കൽ ഡിസ്കസ് ചെയ്തപ്പോ പറഞ്ഞായിരുന്നു മ്യൂച്വൽ ഫണ്ടുകാര് അല്ലെങ്കിൽ ഒരു സെക്കൻഡ്. വലിയ അതായത് DIS തന്നെ വിറ്റ് വാങ്ങിയ കാര്യമാണോ ഉദ്ദേശിക്കുന്നത്? അത് FISും DISന്റെയും കൂടെ കോറിലേഷനിലാണോ സംസാരിക്കുന്നത്? FIS വിറ്റപ്പോൾ DIS കോറിലേഷൻ വാങ്ങിയ? അല്ല, ഒരാള് ഓക്കെ, DIS മാത്രം. അല്ല, അത് ആക്ച്വലി അവർ അത് ചിലപ്പോൾ വിൽക്കുന്ന DI വേറെയാണ്, വാങ്ങിക്കുന്ന DI വേറെയാണ്. നെറ്റ് അല്ലേ നോക്കുന്നത്? ഓക്കെ, ക്ലിയർ ആണ്. ഞാൻ ചോദിച്ചതല്ല, ഇപ്പൊ ഇത്ര പെർസെന്റേജ് അവർക്ക് മാർക്കറ്റിലേക്ക് ഇടണം എന്ന് ഗവൺമെന്റ് റൂൾ ഉണ്ട് എന്നൊരിക്കൽ ഡിസ്കസ് ചെയ്തിരുന്നു. അവരുടെ ഇത്ര ഫണ്ടിൽ കൂടുതൽ വെക്കാൻ പാടില്ല, അത് മാർക്കറ്റിലേക്ക് ഇടണം എന്നുള്ളത്. അപ്പോ അങ്ങനെ ഇടണം എന്നുള്ള റൂളാണെങ്കിൽ അവർക്ക് വിൽക്കാതിരുന്നാൽ പോരെ അവരുടെ കൺവിക്ഷൻ ഉള്ള സ്റ്റോക്കുകൾ? അപ്പൊ അവരുടെ ഫണ്ട് അങ്ങനെ തന്നെ നിൽക്കില്ലേ? ഇല്ല ഭയ്യ, അവർക്ക് എന്തെങ്കിലും ഒരു സ്റ്റോക്കിൻ്റെ അകത്തൊരു പ്രശ്നം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് ഭയങ്കരമായിട്ട് കയറി പോകുന്നെങ്കിലോ ഒക്കെ അവർക്ക് വിൽക്കേണ്ടതായിട്ട് വരുമല്ലോ. ഒരു സ്റ്റോക്കിൻ്റെ അകത്ത് ഇത്ര പെർസെൻറ്റേജ് മേലെ അലൊക്കേഷൻ പാടില്ല എന്നുള്ള നിയമമുണ്ട്. അപ്പോൾ ഒരു സ്റ്റോക്ക് കയറി പോകുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് അലൊക്കേഷൻ കൂടുകയാണെങ്കിൽ അവർക്കത് വിൽക്കേണ്ടതായിട്ട് വരും. ഓക്കെ, പിന്നെ ഒരു പുതിയ സ്റ്റോക്ക് കിട്ടുമ്പോഴത്തേക്കും ആ സ്റ്റോക്കിൻ്റെ അകത്ത് ഫണ്ട് ഇടണമെങ്കിൽ ഓൾറെഡി ഉള്ള ഏതെങ്കിലും സ്റ്റോക്ക് അവർക്ക് വിൽക്കേണ്ടതായിട്ട് വരും. ഇനി അതല്ല വേറെ എന്തെങ്കിലും കാര്യത്തിനാണെങ്കിൽ അതിൻ്റെ അകത്തൊരു നെഗറ്റീവ് ന്യൂസ് വരുന്നുണ്ടെങ്കിൽ ആ സ്റ്റോക്ക് അവർക്ക് വിൽക്കേണ്ടതായിട്ട് വരും. പല കാരണങ്ങളുണ്ട് സ്റ്റോക്ക് വിൽക്കേണ്ടതായിട്ട് വരത്തില്ല. അവരുടെ പോർട്ട്ഫോളിയോ റീബാലൻസ് ചെയ്തുകൊണ്ടിരിക്കണ്ടേ? ഓക്കെ, ഇപ്പം ഞാൻ എൻ്റെ കാര്യം തന്നെ പറയാം. ഞാൻ ഗബ്രിയൽ പെറ്റ് സ്ട്രാപ്സ് താഴത്തെ ലെവലിൽ ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത്യാവശ്യം നല്ലൊരു പെർസെൻറ്റേജ് അലൊക്കേഷൻ. പക്ഷേ എനിക്ക് എൻട്രോയ്ക്കകത്ത് MTF പൊസിഷനും ഉണ്ടായിരുന്നു. MTF താഴെ വന്നപ്പോഴത്തേക്കും എനിക്ക് മാർജിൻ ഷോർട്ട് ഫോൾ വന്നപ്പോൾ
ഞാൻ ഗബ്രിയൽ പെറ്റ്സ്റ്റാപ്സ് വിറ്റ് മറ്റേതിലോട്ട് ഞാൻ മാർജിൻ കാണിക്കേണ്ടതായിട്ട് വന്നു. ഓക്കെ, അപ്പോൾ അതെൻ്റെ പോർട്ട്ഫോളിയോയിൽ എനിക്ക് വിൽക്കണമെന്ന് ഒരാഗ്രഹം ഇല്ലാഞ്ഞിട്ട് പോലും എനിക്ക് അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കേണ്ടതായിട്ട് വന്നില്ലേ. അതുപോലെ അവർക്കും എന്തെല്ലാം കാര്യങ്ങളാണ്. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയി. ഞാൻ ചോദിച്ചത് അത് തന്നെയാണ്. ഇപ്പൊ ഉം, ഉം, എൻ്റെ കയ്യിൽ ഒരു 5 ലക്ഷം രൂപയുണ്ട്. ഉം. ഞാൻ മിനിമം 4 ലക്ഷം രൂപ ഇൻവെസ്റ്റഡ് ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി 3,50,000 ഇൻവെസ്റ്റഡ് ആണെങ്കിൽ 50,000 കൂടി ഇൻവെസ്റ്റ് ചെയ്താൽ മതിയല്ലോ. പിന്നെ കൂടുതൽ വിൽപ്പന എന്തിനാന്ന് ചോദിച്ചത്. ഇപ്പൊ പറഞ്ഞ എക്സാമ്പിളിൽ ക്ലിയർ ആയി. ഓക്കെ. അതെന്തിനാ ഗബ്രിയൽ പെറ്റ്സ്റ്റാപ്പ് വിട്ടത്? എൻട്രോ തന്നെ വിട്ടാ പോയായിരുന്നു. അല്ല എൻട്രോ അല്ല ഇപ്പോൾ SME സ്റ്റോക്കിൻ്റെ അകത്ത് നമുക്ക് മാക്സിമം 5% അലൊക്കേഷനെ എന്ത് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ, വയ്ക്കാൻ വേണ്ടി ഞാൻ നോർമലി ശ്രമിക്കാറുള്ളൂ. അല്ലെങ്കിൽ കൂടുതൽ അലൊക്കേഷൻ എടുക്കുന്നത് റിസ്ക്കാണ്. അപ്പോൾ 5% അലൊക്കേഷൻ വയ്ക്കുന്ന ഒരു സ്റ്റോക്ക് അത് 10x ആയാൽ പോലും അതിൻ്റെ അകത്ത് നമ്മുടെ ടോട്ടൽ പോർട്ട്ഫോളിയോയിൽ 50% ഇമ്പാക്റ്റേ ഉണ്ടാക്കുന്നുള്ളൂ. അതേസമയത്ത് വേറൊരു സ്റ്റോക്കിൻ്റെ അകത്ത് ടോട്ടൽ പോർട്ട്ഫോളിയോയുടെ 60% ഉണ്ടെന്ന് കരുതുക. ആ 60% ഉള്ള അത് അന്നത്തെ ഡേറ്റിൽ 60%, ഇന്ന് കൂടുതലുണ്ട്, പക്ഷേ 60% അലൊക്കേഷനുള്ള ഒരു സ്റ്റോക്ക് 10x ആവുകയാണെങ്കിൽ ടോട്ടൽ പോർട്ട്ഫോളിയോ 6x ആവുമല്ലേ. അപ്പോൾ നമ്മൾ നല്ല സ്റ്റോക്ക് മീൻസ് കൂടുതൽ അലൊക്കേഷനുള്ള ആ സ്റ്റോക്ക് കളയാൻ വേണ്ടി ശ്രമിക്കത്തില്ല. കാരണം നമ്മൾ ഓരോ ദിവസവും ഹോൾഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇനി ഇതൊന്നും താഴോട്ട് വരുമെന്ന് വിചാരിച്ചല്ലോ ഹോൾഡ് ചെയ്യുന്നത്. പിന്നീട് വന്ന് പോകുമ്പോഴത്തേക്ക് നമ്മൾ അതിനനുസരിച്ചിട്ട് അത് ഹോൾഡിങ് കണ്ടിന്യൂ ചെയ്യുന്നതല്ലേ. നമ്മൾ അന്നത്തെ ഡേറ്റ് നമുക്കത് ഇനിയും താഴെ വരുമെന്ന് നേരത്തെ കൂട്ടിയിട്ട് അറിയാമായിരുന്നെങ്കിൽ ഒബ്വിയസ്ലി അതിനെ കട്ട് ചെയ്തിട്ട് താഴെ വരുമ്പോൾ മേടിക്കാമെന്ന് പറഞ്ഞിരിക്കും. പക്ഷേ അന്നത്തെ ദിവസം തൊട്ട് പിന്നീട് മേലിലോട്ട് റിവേഴ്സ് ചെയ്ത് മേലിലോട്ട് കയറി പോയിരുന്നെങ്കിലോ. ഹലോ അജുഭായ്. കഴിഞ്ഞ വർഷം റിസൾട്ട് വന്നതിന് ശേഷം 1200 ഹൈ വന്നില്ലേ? അജുഭായ് പറഞ്ഞില്ലേ 1200 മേലെ പോയാൽ മാത്രം വാങ്ങിയാൽ മതി. അതെന്താ 1200 പ്രത്യേകത? അത് കഴിഞ്ഞിട്ട് വീണ്ടും താഴെ വരില്ലെന്ന് എന്താ ഒരു പ്രോമിസ്? അല്ല, അവിടെ ഒരു സപ്പോർട്ടുണ്ട്, ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. പിന്നെ മാത്രമല്ല അതൊരു റൗണ്ട് ഫിഗറാണ്. അപ്പോൾ അതിൻ്റെ മേലോട്ട് ക്ലോസിങ് കിട്ടുകയാണെങ്കിൽ നല്ലത് എന്നുള്ള രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല ആ സമയത്ത് പിന്നീട് വന്നേക്കുന്ന ഇപ്പോൾ റീസെൻ്റ്ലി ഒക്കെ വന്നേക്കുന്ന ഒരു വലിയ ഓളിങ് ക്യാൻഡിലും ആ സമയം അവിടെ 1200 റേഞ്ചാണ് ഇപ്പോൾ ഒരു റെസിസ്റ്റൻസ് മാർക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ മേലോട്ട് ക്ലോസിങ് കിട്ടുമ്പോഴത്തേക്കും പോയാൽ മതി എന്നുള്ള രീതിയിലാണ് എനിക്ക് നോക്കുന്നത്. ഇപ്പൊ രണ്ട് മാർക്കറ്റ് സൈക്കിള് അജുഭായ് ചെയ്തിട്ടുണ്ടല്ലോ, എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. അപ്പൊ ഈ എൻട്രോ പോലെ അല്ലെങ്കിൽ ഇത്രയും നമ്മുടെ പേഷ്യൻസ് ടച്ച് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ ഉണ്ടായിട്ടുണ്ടോ അതിന് മുന്നേ? മറൈൻ ഇലക്ട്രിക്കൽസ് അത്യാവശ്യം നാളെ അതിൻ്റെ അകത്ത് നിന്നാ, പക്ഷേ പിന്നീട് അതിൻ്റെ അകത്ത് ഇതുപോലെ ലാസ്റ്റ് ഒരു ചെറിയ ഡ്രോപ്പ് വന്നപ്പോഴത്തേക്കും എക്സിറ്റ് ചെയ്ത് കളഞ്ഞു. 30 രൂപ സംതിങ്ങിൽ, 33 എന്തുവാണ് എൻ്റെ എൻട്രി പോയിന്റ് എന്ന് തോന്നുന്നു. ഞാൻ എക്സിറ്റ് ചെയ്തത് 29-30 ആ റേഞ്ചിൽ എന്തോ എക്സിറ്റ് ചെയ്തു എന്ന് തോന്നുന്നു. കൃത്യമായിട്ട് ഓർക്കുന്നില്ല, ഓൾമോസ്റ്റ് അതാണെന്നാണ് എൻ്റെ ഓർമ്മ. അത് ഇതേ കണക്ക് തന്നെ പിന്നീട് 300 രൂപ എന്തോ പോയി. അപ്പോൾ അടുത്ത പ്രാവശ്യം ആ ഒരു ഒരിക്കൽ എനിക്ക് ഞാൻ ഈ ദീപക് ഫെർട്ടിലൈസർ 150 രൂപയ്ക്ക് മേടിച്ചിട്ട് 1.5 വർഷം നിന്ന് അവസാനം ദേഷ്യം വന്ന് വിറ്റു, ഒറ്റ കയറ്റം, പിന്നെ 1,800 രൂപ നിന്നു. അതെ, നമ്മൾ എല്ലാ പ്രാവശ്യം അവസാനം വരെ എന്താ പറയുക, നമ്മൾ പിന്നെയും പിടിച്ചു നിൽക്കും. പക്ഷെ അവസാനം ആകുമ്പോഴത്തേക്കും നാട്ടുകാർ മൊത്തം ഇങ്ങനെ ഇരുന്ന് ഇതിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. ഓക്കെ, എന്ത് കയറുന്നില്ല, ബാക്കിയുള്ള സ്റ്റോക്കുകൾ കയറുന്നല്ലോ എന്ന്. അവസാനം നമ്മൾ സൈ ഇട്ടിട്ട് നമ്മൾ എവിടെ വെച്ചിട്ട് വിൽക്കുന്ന അവിടെ നിന്നായിരിക്കും എൻ്റെ ബോട്ടം ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ മാക്സിമം അത് മാർക്കറ്റിൻ്റെ അകത്ത് ആക്ച്വലി എല്ലാ സ്റ്റോക്കുകളും കയറുന്ന സമയത്തും നമ്മുടെ സ്റ്റോക്ക് കയറുന്നില്ലെങ്കിൽ നമ്മളത് നോക്കണം. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ മാർക്കറ്റിൻ്റെ അകത്ത് എല്ലാ സ്റ്റോക്കുകളും കയറുന്നില്ല, ലാർജ് ക്യാപ്പ് മാത്രമേ കയറുന്നുള്ളൂ. നേരത്തെ പറഞ്ഞ മ്യൂച്വൽ ഫണ്ടുകളുടെ സിറ്റുവേഷനിൽ നോക്കുകയാണെങ്കിലും അവരെന്താണ് ചെയ്യുന്നത്, അവർ നോക്കുമ്പോഴത്തേക്ക് ഇൻഡെക്സിന് അവർ അണ്ടർ പെർഫോം ചെയ്യാൻ വേണ്ടി പാടില്ല. അവരുടെ ഇൻഡെക്സിന് ഔട്ട് പെർഫോം ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ അവർക്ക് എപ്പോഴും നല്ല രീതിയിൽ ഫണ്ട് ഇൻഫ്ലോസ് ഉണ്ടായിരിക്കത്തുള്ളൂ. അപ്പോൾ അവരും ഇതേ കണക്കുള്ള സ്റ്റോക്കുകളിൽ ഏതാണോ കയറിപ്പോകുന്നത് അതിൻ്റെ അകത്ത് മാത്രം കൂടുതൽ പൈസ ഇട്ട്, ലാർജ് ക്യാപ്പിൻ്റെ അകത്താണെങ്കിൽ ഇൻഡെക്സിൻ്റെ അകത്തുള്ള ആ ലാർജ് ക്യാപ്പ് സ്റ്റോക്കുകളിൽ തന്നെ നല്ല രീതിയിൽ പൈസ ഇട്ട്, സ്മോൾ ക്യാപ്പ് ആണെങ്കിലും അവർക്ക് ഒരു ചെറിയ പെർസെൻറ്റേജ് ലാർജ് ക്യാപ്പിൻ്റെ അകത്ത് കീപ്പ് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട്. ആ പെർമിഷൻ അവർ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത് അവരും അതിനെ തന്നെയാണ് മാക്സിമം ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇൻഡെക്സിന് ഒരിക്കലും അണ്ടർ പെർഫോം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് അവരുടെ എയിം എന്ന് പറയുന്നത്. നമുക്ക് പക്ഷേ അങ്ങനെയല്ലോ, നമുക്ക് മൾട്ടി ബാഗർ റിട്ടേൺസ് ഉണ്ടാക്കുക എന്നുള്ളതല്ലേ നമ്മുടെ എയിം. അപ്പോൾ നമുക്കിത് ഇങ്ങനെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പൊ എന്റെ കേസിൽ ഞാൻ അജുഭായിക്കായും എന്താ പറയാ പേഷ്യന്റ് ഉള്ളൊരു ഇൻവെസ്റ്റർ ആണെന്നാണ് എന്റെ അഭിപ്രായം. മറൈൻ അനലിറ്റിക്കൽസ് ഞാൻ റൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ, കഴിഞ്ഞ മാർക്കറ്റ് സൈക്കിളിൽ കുറേ മിസ്റ്റേക്കുകൾ പറ്റിയിട്ടുണ്ട്. കഴിഞ്ഞല്ല, മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇൻവെസ്റ്റിംഗ് കരിയറിൻ്റെ അകത്ത് മൊത്തം മിസ്റ്റേക്കുകളാണ്. നമുക്ക് സക്സസ്ഫുൾ ആയിട്ടുള്ള 1-2 സ്റ്റോറീസേ പറയാൻ വേണ്ടിയിട്ടുള്ളൂ. പക്ഷെ ആ 1-2 സ്റ്റോറീസ്
നമ്മൾ നല്ല രീതിയിൽ റൈഡ് ചെയ്യണമെന്നേ ഉള്ളൂ. അതിന് മുമ്പ് ഇതേപോലെ ഒന്ന് രണ്ടെണ്ണം മിസ്സായിട്ടുണ്ടായിരുന്നു. ഒരു സോട്ട ഹെൽത്ത് കെയർ ഒക്കെ മിസ്സായിട്ടുണ്ടായിരുന്നു 2-3 പ്രാവശ്യം ഇതേപോലെ. സോട്ട ആക്ച്വലി ഞാൻ ട്വിറ്ററിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റോക്കാണ് താഴത്തെ ലെവലിൽ. ഞാൻ അത്യാവശ്യം ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ ഇത് പോയി 2-3 പ്രാവശ്യം കയറി ഇറങ്ങിയപ്പോഴേക്കും മൈൻഡ് വിട്ടുപോയി. അതെ, ഇതാണ് എല്ലാവർക്കും പറ്റുന്നത്. സോട്ട ഈ IPO ഹൈ ബ്രേക്ക് ചെയ്യുന്ന സമയത്തോ അവിടെ ആ റേഞ്ചിൽ എന്തോ ആണെന്ന് തോന്നുന്നു, കൃത്യമായിട്ട് ഓർക്കുന്നില്ല. എനിക്ക് തോന്നുന്ന ഒരു 140-160 റേഞ്ചിൽ എന്തോ ഹോൾഡ് ചെയ്തിരുന്നു. ഓക്കെ. പാരദീപ് ഫോസ്ഫേറ്റ് ഇപ്പോൾ അക്യുമുലേറ്റ് ചെയ്യാവോ? എങ്ങനെയാണ് അതിന്റെ വാല്യുവേഷൻ എന്ന് പറയുമോ? പരദീപ് നമ്മളൊരു 90-100 റേഞ്ചിൽ ഓൾറെഡി സംസാരിച്ച് ഗ്രൂപ്പിൻ്റെ അകത്തൊക്കെ സംസാരിച്ച സ്റ്റോക്കാണ്. ഇനി അതിൻ്റെ അകത്ത് ഫ്രഷ് ആയിട്ട് എൻട്രി അഡ്വൈസബിൾ അല്ല. പാറ്റേൺ ഓക്കെയാണ്, ബുള്ളിഷായിട്ട് മേലോട്ട് ഇനിയും കയറി വരുന്നതായിരിക്കും. പക്ഷേ നമ്മൾ ആ താഴത്തെ ലെവലിൽ നിന്ന് പറഞ്ഞു പോയതുകൊണ്ട് ഇനി അതിൻ്റെ അകത്ത് കയറാൻ ഒരു മടി. ഓക്കെ. അതല്ല സാർ, കഴിഞ്ഞ 2 ദിവസം മുമ്പുള്ള യൂട്യൂബിൽ ലൈവിൽ സാർ നമ്മളെ ഈ IPO സ്റ്റോക്കുകളിൽ എൻട്രി എടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞില്ല. അപ്പൊ അതിൽ ലോ ചീറ്റ് എൻട്രിയും ഒക്കെ പറഞ്ഞിട്ട് ആ രൂപത്തിൽ ഒരു സ്റ്റോക്കിന്റെ ഒരു US-ലുള്ള ഒരു സ്റ്റോക്ക് AIIO എന്ന് പറയുന്നത്, AIIO റോബോട്ട് ഐ എന്ന് പറഞ്ഞിട്ടില്ല. ആ സ്റ്റോക്കിന്റെ ഒരു ഇപ്പോഴത്തെ ഒരു ചാറ്റ് പാറ്റേൺ നോക്കിയിട്ട് ലോ ചീറ്റ് ഇപ്പൊ ചീറ്റിന്റെ ഒരു സാർ അന്ന് പറഞ്ഞതിൽ നോക്കുമ്പോൾ ആ രൂപത്തിലേക്ക് വരുന്നുണ്ട്. ആ രൂപത്തിൽ അത് പ്ലേ ചെയ്യാൻ പറ്റുമോ? AIIO റോബോട്ട് ഓക്കെ. ലോ ചീറ്റ് ആണ് ഇപ്പോഴത്തെ റേഞ്ചിൽ നോക്കുകയാണെങ്കിൽ. ആൻഡ് ചീറ്റ് എൻട്രി 1.04ന്റെ മേലോട്ട് ക്ലോസിങ് കിട്ടുമ്പോഴത്തേക്കും ചീറ്റ് എൻട്രി എടുക്കാവുന്നതാണ് കേട്ടോ. ലോ ചീറ്റ് യഥാർത്ഥത്തിൽ ബ്രേക്ക്ഔട്ട് ഡേ എന്ന് പറയുന്നത് 2-3 ദിവസം മുന്നേ ആയിരുന്നു. ഈ 41% ഒരു അപ്പ് ക്യാൻഡ് സംഭവിച്ചില്ലേ, ആ ദിവസത്തിലും അല്ല, യഥാർത്ഥത്തിൽ അതിന് മുന്നേ തന്നെ എടുക്കാമായിരുന്നു. ആ ഒരു കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് നവംബർ 10 അതിൻ്റെ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ആയിട്ടുണ്ട് അല്ലേ? ഞാൻ അതിൽ 0.53 ഒരു ബേസ് എൻട്രി എടുത്തിട്ടുണ്ട്. ഇനി മേലോട്ടേക്ക് വരുമ്പോ ആഡ് ചെയ്യാൻ പറ്റുമോ? ഓക്കെ. ഇനി മേലോട്ട് വരുമ്പോഴത്തേക്കും 1.04ന്റെ മേലോട്ട് ക്ലോസിങ് കിട്ടുമ്പോഴത്തേക്കാണ് നെക്സ്റ്റ് അഡീഷൻ വേണ്ട. ഓക്കെ. US-ന്റെ അകത്ത് എനർജി സ്റ്റോക്കുകൾ എല്ലാവരും വാച്ച് ചെയ്തേക്കുക. എനർജി സ്റ്റോക്കുകൾ എന്ന് പറയുമ്പോൾ കൂടുതലും ന്യൂക്ലിയർ എനർജി പിന്നെ നാച്ചുറൽ ഗ്യാസ്, ഇത് രണ്ടിനെയും ഫോക്കസ് ചെയ്തിട്ടുള്ളതും അതിൻ്റെ പ്രോക്സികളും ഒക്കെ നോക്കുക. ഞാൻ റീസെൻ്റ്ലി ഒരു സ്റ്റോക്ക് ഇന്ന് ഷെയർ ചെയ്തിട്ട് ഇന്നലെയൊക്കെ ആയിട്ട് ഞാൻ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ CGEH ക്യാപ്സ്റ്റോൺ ഗ്രീൻ എനർജി ഹോൾഡിങ്സ്. ഓക്കെ, അത് അത്യാവശ്യം നല്ല പാറ്റേൺ കാര്യങ്ങളൊക്കെ ഫോം ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. അത് റീസെൻ്റ്ലി കുറച്ചൊന്ന് ഷൂട്ടപ്പ് ചെയ്തിട്ടുണ്ട്, പക്ഷേ സ്റ്റിൽ ഇനിയും നല്ലൊരു പൊട്ടൻഷ്യൽ അതിൻ്റെ അകത്ത് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അതേപോലെ വേറൊരു സ്റ്റോക്ക് കൂടി FMFC എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റോക്ക് ഉണ്ട്. പക്ഷെ അതില് ഭയങ്കര ഇപ്പന് ലോ ചീറ്റിലാന്ന് തോന്നി ഉള്ളത്. ഈ സ്റ്റോക്കിൻ്റെ അകത്ത് ഒരു ദിവസത്തിൽ വലിയൊരു പെർസെൻറ്റേജിൻ്റെ ഇടിവ് നടന്നേക്കുന്നുണ്ടല്ലോ, അതെന്താ റീസൺ എന്നറിയാവോ? 44% ഇടിവ്. ഇല്ല. ഓക്കെ, അതെന്താണെന്നുള്ളത് നോക്കണേ. കാരണം അന്നത്തെ ദിവസത്തിൽ അതിൻ്റെ അകത്ത് എന്തോ വലിയൊരു ഇവൻറ്റ് നടന്നിട്ടുണ്ട്. ആ ഇവൻറ്റിൻ്റെ ബേസിലാണ് ഇത് ഇടിഞ്ഞേക്കുന്നത്. ആ ഇടിവിന് ശേഷം പിന്നീട് ഒരു രീതിയിലും റിക്കവർ ചെയ്യാതെ അതതിൻ്റെ ടോപ്പിൽ നിന്നിട്ട് 90% മേലെ ഇടിഞ്ഞിട്ടില്ലേ, 15 വരെ പോയിട്ടുണ്ട്. അപ്പോൾ 1.5 എന്ന് പറയുമ്പം തന്നെ 90% ആയി. അതിൻ്റെ ഇപ്പം നിൽക്കുന്നത് ഏകദേശം 0.5-ലാണ്. ഓക്കെ, അപ്പം 95% മേലെ അത് ഇടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വലിയൊരു ഇടിവ് തന്നിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായിട്ടുള്ള റീസൺ ഉണ്ടായിരിക്കും. ആ റീസൺ എന്തെന്ന് അറിയാത്ത പക്ഷേ നമുക്കിത് ലോങ് ടൈം റൈഡ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. പക്ഷേ ഇതുപോലെ ബ്രേക്കൗട്ടൊക്കെ എന്തെങ്കിലും ലോ ചീറ്റിൻ്റെ ബ്രേക്കൗട്ടൊക്കെ കിട്ടുമ്പോൾ ഒരു ടെക്നിക്കൽ ബൗൺസ് ബാക്ക് മാത്രം പ്ലേ ചെയ്യാനൊക്കെ ഓക്കെ ആയിരിക്കും. പിന്നെ
വേറെ ക്വയറീസ് ഒന്നുമില്ല. ഞാൻ ഈ സമയത്ത് കുറേ ഈ പഴയ കിടിലം IPO സ്റ്റോക്കുകൾ ഇങ്ങനെ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ, ഭയങ്കര IPO സമയത്ത് ഭയങ്കര ഹൈപ്പായിട്ട് വന്ന് വളരെ വലിയ വാല്യുവേഷൻ ലിസ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ വാല്യുവേഷൻസ് റീസണബിൾ ആയിട്ട് നിൽക്കുന്ന സ്റ്റോക്കുകൾ. അപ്പോൾ ആ സ്റ്റോക്കിൻ്റെ അകത്താണ് ഈ റീസെൻ്റ്ലി നമ്മൾ ലേറ്റൻ വ്യൂ കയറിയിട്ടുണ്ടായിരുന്നത്. അതിപ്പോൾ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് രണ്ടാമത് ഇപ്പോൾ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുന്നത് റൊസാരി ബയോടെക് ആണ്. അതും ലിസ്റ്റ് ചെയ്ത സമയത്ത് വളരെ ഹ്യൂജ് ആയിട്ടുള്ള വാല്യുവേഷനിൽ വന്നിട്ട് ഇപ്പം ക്യാപെക്സ് ഒക്കെ നടത്തി ആ വാല്യുവേഷൻ്റെ അകത്തുണ്ടായിരുന്ന ആ ഒരു ഓവർ ഹൈപ്പ് മൊത്തത്തിൽ അങ്ങ് മാറിക്കിട്ടി. ബാക്കി മുന്നോട്ട് കമ്പനിയുടെ ഗ്രോത്തിനനുസരിച്ചിട്ടുള്ള പെർഫോമൻസ് കിട്ടുന്നതായിരിക്കും. നമ്മുടെ ട്രംപിൻ്റെ ടാരിഫ് ഇഷ്യൂസ് കാര്യങ്ങളൂടെ മാറിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ ടെക്സ്റ്റൈലിൻ്റെ അകത്തൊരു ടെയിൽവിൻഡ് വരികയാണെങ്കിൽ അതും ഈ ഒരു സ്റ്റോക്കിനെ പോസിറ്റീവായിട്ട് ബാധിക്കുന്നതായിരിക്കും. ഓവറോൾ അല്ലാതെ FMCGക്ക് അകത്ത് മാറിൻ്റെ അകത്ത് അത്യാവശ്യം എക്സ്പോഷർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഈ റൊസാരി ബയോടെക് അഗൈൻ വാച്ച് ലിസ്റ്റിൽ വെച്ചേക്കുക. ഇങ്ങനെ കുറച്ചധികം സ്റ്റോക്കുകളുണ്ട് വാച്ച് ലിസ്റ്റിൻ്റെ അകത്ത്. ഇപ്പോൾ വളരെ റീസെൻ്റ് വന്നേക്കുന്ന IPO സ്റ്റോക്കുകളടക്കം എല്ലാം നോക്കുന്നുണ്ട്. ഈ യുണീമക്ക് ആണെങ്കിലും പിന്നെ അർബൻ കമ്പനി അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ കമ്പനി, ആസാദ് എഞ്ചിനീയറിംഗ് എല്ലാം വാച്ച് ലിസ്റ്റിൽ വെച്ചിട്ടുണ്ട്. എല്ലാത്തിൻ്റെ അകത്തും ആ ഒരു വാല്യുവേഷൻസ് ഫേവറബിൾ അല്ലാത്തതിൻ്റെ പേരിലാണ് നമ്മളിങ്ങനെ നേരത്തെ കൂട്ടിയിട്ട് എൻട്രി എടുത്ത് വെയിറ്റ് ചെയ്തിരിക്കാത്തത്. പക്ഷേ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും വാല്യുവേഷൻസ് ഫേവറബിളായിട്ട് വരുന്നതിനനുസരിച്ചിട്ട് സ്റ്റിൽ ഗ്രോത്ത് ഉണ്ട്. അതിൻ്റെ അകത്ത് ബ്രേക്കൗട്ടൊക്കെ വരികയാണെങ്കിൽ പിന്നീട് നമുക്ക് സ്റ്റഡി ചെയ്യാവുന്നതാണ് കേട്ടോ. അജു, ഒരു കാര്യം ഓർമ്മിപ്പിച്ചോട്ടെ. പഴയ വീഡിയോസിൽ ഇപ്പോഴും പ്രസക്തമായിട്ടുള്ള വീഡിയോസ് ഒരുമിച്ച് അല്ലെങ്കിൽ ഒരു 3-4 വീഡിയോസിൽ പ്രസക്തമായിട്ടുള്ള ഭാഗങ്ങൾ വെച്ചിട്ട് ഒരു വീഡിയോ ഇടാം, ലൈവ് അല്ലാതെ വീഡിയോ ഇടാൻ പറഞ്ഞിരുന്നു. അത് ഇനിയിപ്പോൾ അടുത്ത ക്വാർട്ടർലി റിസൾട്ട് ഒക്കെ വരുന്നതിന് മുമ്പ് വലിയ തിരക്കില്ലാത്ത സമയം നോക്കിയിട്ട് അത് കിട്ടിയിരുന്നെങ്കിൽ ഉപകാരം. നോക്കട്ടെ. ഞാൻ ആക്ച്വലി നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആപ്ലിക്കേഷൻ്റെ അകത്ത് എല്ലാ കാര്യങ്ങളും കൂടെ കൺസോൾട്ടേറ്റ് ചെയ്യുക എന്നുള്ളൊരു ഐഡിയയിലാണ് നിൽക്കുന്നത്. നോക്കട്ടെ. വീഡിയോക്കകത്തുള്ള കണ്ടൻറ്റുകളൊക്കെ മീൻസ് അതിൻ്റെ അകത്തുള്ള ഒരു കോർ സാധനങ്ങളൊക്കെ ആ ആപ്ലിക്കേഷൻ്റെ അകത്ത് നമ്മൾ എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. അത് ലോഞ്ച് ചെയ്യുമ്പോഴത്തേക്കും അത് ആക്ച്വലി ട്രയൽ വെർഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ആൾക്കാരിലോട്ട് എനിക്ക് ഡെവലപ്പ് ചെയ്ത് തരുന്ന സാധനം ഞാൻ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ചേഞ്ചസ് വേണോ എന്നുള്ളത് ചോദിച്ച് അതിപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അത് ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലാസ്റ്റ് ഞാൻ കിട്ടിക്കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് എനിക്ക് 1-2 പ്രശ്നങ്ങൾ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സാമ്പിൾ, നമ്മളൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അക്കൗണ്ട് ഓപ്പണിങ്ങിന് വേണ്ടിയിട്ട് പാസ്വേഡ് ചോദിക്കുമ്പോൾ മീൻസ് ഇനീഷ്യൽ രജിസ്ട്രേഷൻ്റെ സമയത്ത് പാസ്വേഡ് ചോദിക്കുമ്പോഴത്തേക്കും പാസ്വേഡ് ടൈപ്പ് ചെയ്യുന്നു, പക്ഷേ എല്ലാം അവിടെ ഇങ്ങനെ സ്റ്റാർ ആയിട്ടാണ് വരുന്നത്. അത് നമുക്ക് വ്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലായിരുന്നു. അപ്പോൾ വ്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ വയ്ക്കുന്നു. പിന്നീട് അതിൻ്റെ അകത്ത് കൺഫേം പാസ്വേഡ് എന്ന് ഒന്നുകൂടെ പാസ്വേഡ് റീടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലായിരുന്നു. അപ്പോൾ റീടൈപ്പ് ചെയ്യാനുള്ള അത് വയ്ക്കുന്നു. അത് കഴിഞ്ഞിട്ട് രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യുകയാണ്, ആപ്പിൻ്റെ അകത്തോട്ട് ഇന്നാവുകയാണ്. പക്ഷേ അങ്ങനെയല്ല, രജിസ്ട്രേഷൻ നടന്നു കഴിഞ്ഞിട്ട് നമ്മൾ ലോഗിൻ പേജിൽ വന്നിട്ട് രണ്ടാമത് അഗൈൻ നമ്മുടെ ഇമെയിൽ ഐഡിയും പാസ്വേഡും കൊടുത്ത് നമ്മൾ ലോഗിൻ ചെയ്യണം. ഇല്ലാത്ത പക്ഷം അയാൾ ഈ പാസ്വേഡ് മറന്നു പോകുന്നതായിരിക്കും. പിന്നെ ഫോർഗോട്ട് പാസ്വേഡിൻ്റെ ഓപ്ഷൻ ഇല്ലായിരുന്നു. ഇപ്പോൾ ഫോർഗോട്ട് പാസ്വേഡിൻ്റെ ഓപ്ഷൻ കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. ഇങ്ങനെ ഒരു ലോഗിൻ പേജിലോട്ട് വരുമ്പോൾ തന്നെ നമ്മൾ ഫ്രഷ് ആയിട്ട് ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഇത്രയും കാര്യങ്ങളുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് കോഴ്സ് കാണിച്ചേക്കുന്ന രീതി, ഫീഡ്സ്, നമ്മുടെ ഈ പബ്ലിക് ചാനലിന് തുല്യമായിട്ട് അവിടെ ഫീഡ് എന്ന് പറയുന്ന സെഗ്മെൻറ്റാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് എൻ്റെ സൈഡിൽ നിന്നുള്ള എന്തെങ്കിലും എല്ലാവരെയും അറിയിക്കത്തക്ക രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും അത് വീഡിയോ ഫോർമാറ്റിലും പിന്നെ എന്താ പറയുക ടെക്സ്റ്റ് ഫോർമാറ്റിലും ഇമേജ് ഫോർമാറ്റിലും ഒക്കെ കൊടുക്കാനുള്ള സെറ്റപ്പ്. അവിടെ ഒരു ഇഷ്യൂ ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം തന്നപ്പോഴത്തേക്കും സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആപ്പിലോട്ട് കയറുമ്പം തന്നെ വീഡിയോ ഓൺ ആവുകയാണ്. ഓക്കെ, എന്നിട്ട് മീൻസ് ആ ഫീഡിൻ്റെ അകത്ത് കാണുന്ന വീഡിയോ ഓട്ടോമാറ്റിക്കലി പ്ലേ ആവുകയാണ്. നമ്മൾ ജസ്റ്റ് ലൈക്ക് ഇൻസ്റ്റാഗ്രാമിലേക്ക് കയറുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് ഫസ്റ്റ് കാണുന്ന റീൽ പ്ലേ ആവുന്നത് പോലെ തന്നെ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, ഇവിടെ അത് പ്ലേ ആവുകയാണ്, ആ ഒരു വീഡിയോ പ്ലേ ആവുകയാണ്. പക്ഷേ പ്രശ്നം നമ്മൾ എന്നിട്ട് അതിൻ്റെ താഴെ നമുക്ക് ടാബുകളിൽ മാറി പോകാനുള്ള സെറ്റപ്പ് ഉണ്ട്. അത് നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫീഡിൽ കയറിയിട്ട് ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫീഡിൽ നിന്നിട്ട് മെസ്സേജിലോട്ട് പോകുമ്പോഴത്തേക്കും പിന്നീട് ഈ ഫീഡിലുള്ള റീല് പ്ലേ ആയിക്കൊണ്ടിരിക്കത്തില്ലല്ലോ. പക്ഷേ ഇവിടെ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് കാണുന്ന ആ വീഡിയോയുടെ വോയിസ് ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ഈ മെസ്സേജിൻ്റെ സെക്ഷനിലോട്ട് പോകുമ്പോഴത്തേക്കും അവിടെ എന്ത് ചെയ്യുന്നതായിരിക്കും, അവിടെയും പ്ലേ ആയി കേൾക്കുന്നു. അപ്പോൾ അതിനെ മാറ്റാനുള്ള പരിപാടി പറയുന്നത്. അപ്പോൾ ഇങ്ങനെ അതിൻ്റെ അകത്ത് ഒരുപാട് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടിയും കുറേ കോംപ്ലിക്കേറ്റഡ് ആണ്. ഞാൻ വിചാരിച്ച് പെട്ടെന്നൊരു ഡെവലപ്പറിൻ്റെ കൊടുത്ത് നമ്മുടെ ഇതാണ് വേണ്ടതെന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് കാര്യങ്ങൾ നടന്ന് പെട്ടെന്ന് നമുക്ക് ലോഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന്. പക്ഷേ അങ്ങനെയല്ല, നമ്മൾ ഓരോ പ്രാവശ്യം കിട്ടുമ്പോഴത്തേക്കും ഇതിൻ്റെ അകത്ത് ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരുന്നു. അപ്പോൾ അത് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് റിവ്യൂ ചെയ്ത് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ അതിനനുസരിച്ച് പിന്നെ അടുത്ത് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കായിരിക്കും അടുത്തൊരു ട്രയൽ വെർഷൻ കിട്ടുന്നത്. അങ്ങനെ ആ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ.
ഓക്കെ. അജുഭായി ആ നമ്മുടെ ഇപ്പോ എബ്രോഡൊക്കെ പോവുകയാണെങ്കിൽ നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ വരുത്തേണ്ട ചേഞ്ചസ് എന്തൊക്കെയായിരുന്നു? ഉം, ഒത്തിരി വലിയ പോർട്ട്ഫോളിയോ ആണോ ചെറിയ പോർട്ട്ഫോളിയോ ആണോ? അല്ല, മീൻസ് ഒരു ചെറിയ പോർട്ട്ഫോളിയോ. ചെറിയ പോർട്ട്ഫോളിയോ ആണെങ്കിൽ ഒന്നുമില്ല, നമ്മൾ അങ്ങ് പോവുക എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, പ്രാക്ടിക്കൽ രീതിയിൽ പറയുകയാണെങ്കിൽ ഒത്തിരി വലിയ പോർട്ട്ഫോളിയോ ആണെങ്കിൽ നമ്മൾ വേറെ കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. നമ്മളതെങ്ങനെയാണ് പിന്നീട് മാനേജ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നുള്ളൊരു പ്ലാൻ ഇപ്പോഴേ ഉണ്ടാക്കണം. അതൊരു NRO അക്കൗണ്ടിലോട്ടൊക്കെ കൺവേർട്ട് ചെയ്യുന്നതിനെ പറ്റിയിട്ടോ, അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിൻ്റെ പേരിലോട്ട് ഇത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ട്, അല്ലെങ്കിൽ സ്റ്റോക്കുകൾ മൊത്തം സെല്ല് ചെയ്ത് ക്യാഷാക്കി അത് ഫാമിലി മെമ്പേഴ്സിന് അക്കൗണ്ടിലിട്ടിട്ട് അവരുടെ ഡിമാറ്റ് ത്രൂ നമ്മൾ യൂസ് ചെയ്യുക. അങ്ങനെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ കൂട്ടിയിട്ട് പ്ലാൻ ചെയ്യണം. ചെറിയ അക്കൗണ്ടൊക്കെയാണ്, ചെറിയ പൈസയൊക്കെ ആണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. ചെറിയ പോർട്ട്ഫോളിയോ വരുമ്പോൾ ഒരു എത്ര വരെ ആവാം ജിയോ? ഒരു 10-20 ലക്ഷം രൂപ, 30 ലക്ഷം രൂപ ഒക്കെ ചെറിയ പോർട്ട്ഫോളിയോസ്. ഓക്കെ. ഓക്കെ. അജുബായ്, ഇതിപ്പോ നമ്മൾ എൻട്രോ ആവറേജ് ചെയ്യണ്ടെന്നുള്ള പറഞ്ഞത് 1200 കട്ട് ചെയ്യുമ്പോൾ ചെയ്യാമെന്നല്ല പറഞ്ഞത്, എവനി എടുക്കാമെന്നല്ല പറയണത്. അപ്പോൾ അതെ. നമുക്കൊരു ഇപ്പൊ പ്രോബ്ലംസ് ഒന്നും ഇല്ല എന്നുള്ള ഒരു അവസ്ഥയിലുള്ള എൻട്രോ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പൊ ചെയ്ത് കഴിഞ്ഞാലും ഇതിൽ നിന്ന് ഒരു 100 രൂപ കുറഞ്ഞാലും നമ്മൾ ആ സമയത്ത് കട്ട് ചെയ്ത ഇത്രയല്ല ലോസ് വരുള്ളൂ. പക്ഷെ നമ്മൾ റേറ്റ് കയറാൻ കുറച്ചും കൂടി ബെനിഫിറ്റ് നമുക്ക് കൂടുതൽ കിട്ടല്ലേ ചെയ്യാം. ആണ്, പക്ഷേ എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. ഇപ്പം നമ്മുടെ മെമ്പേഴ്സ് കമ്മ്യൂണിറ്റിയുടെ ഒരു കോൺസെപ്റ്റിലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അവിടെ നമ്മളെല്ലാവരും അത്യാവശ്യം 20-25% അലൊക്കേഷൻ എടുത്തിട്ടാണ് ഇരിക്കുന്നത്. 25% അലൊക്കേഷൻ എടുത്തിട്ട് 10% സ്റ്റോക്ക് ഡൗൺ ആകുമോ എന്ന് പറയുമ്പോഴത്തേക്കും ടോട്ടൽ പോർട്ട്ഫോളിയോക്കകത്ത് 2.5% ഇമ്പാക്റ്റ് ആയി കഴിഞ്ഞു. ഓക്കെ, നമ്മൾ ഒരു ആവറേജ് നോക്കുകയാണെങ്കിൽ 10 മുതൽ 15% ലോസിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ പോർട്ട്ഫോളിയോക്കകത്ത് 2.5 to 3% ഇമ്പാക്റ്റ് എൻട്രോ കാരണം വന്നു കഴിഞ്ഞു. അപ്പോൾ ഇനി അതിൻ്റെ അകത്തോട്ട് തൽക്കാലം നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, പുഷ് ചെയ്യേണ്ടതില്ല. കാരണം നമ്മളിപ്പോൾ ഒരു ഡിപ്പ് എടുത്തിട്ട് നിൽക്കുന്നു, ഈ ഡിപ്പിന് ശേഷം ഒരു ഷൂട്ടപ്പ് വന്നിട്ട് അടുത്ത എഗെയിൻ ഡിപ്പിലോട്ട് പോകുമല്ലോ എന്നുള്ളത് നമുക്കറിയത്തില്ലല്ലോ. ചിലപ്പോൾ ഒരു 1100, 1150 വരെയൊക്കെ ഷൂട്ടപ്പ് ചെയ്തിട്ടായിരിക്കും പിന്നെ അടുത്ത് ഇതേ കണക്ക് ഒരു മാസം പിന്നെ ഇവന്മാർ ഡ്രോപ്പ് ചെയ്യിക്കുന്നത്. ഓക്കെ, അടുത്ത് പിന്നെ ഇതേ കണക്ക് 8-10 റെഡ് ക്യാൻഡിൽസ് കണ്ടിന്യൂസ് ആയിട്ട് പോകും. ഈ 8-10 റെഡ് ക്യാൻഡിൽസ് കാര്യം പറഞ്ഞപ്പോഴാണ്, ഈ റെഡ് ക്യാൻഡിൽസിൻ്റെ എണ്ണം നിങ്ങൾ കൗണ്ട് ചെയ്ത് നോക്കണേ. ഇതിന് മുന്നേ എല്ലാം ഇതേ കണക്കുള്ള ഡിപ്പുകൾ വന്നപ്പോൾ, ഇത്രയും റെഡ് ക്യാൻഡിൽസ് കണ്ടിന്യൂസ് ആയിട്ട് ഫോം ചെയ്ത് വന്നപ്പോൾ ഇവിടെ എല്ലാം ഒരു 7 മുതൽ 10 ക്യാൻഡിൽ, 12 ക്യാൻഡിലൊക്കെ, 12 പോയിട്ടില്ല, 7 മുതൽ 10 ക്യാൻഡിൽ വരെയാണ് മാക്സിമം വന്നേക്കുന്നത്. അതിന് ശേഷമായിരിക്കും ബോട്ടം ഫോം ചെയ്തിട്ട് അടുത്ത ഒരു മേലോട്ടൊരു റണ്ണപ്പ് വരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നോക്കാൻ നേരത്തും ഇപ്പം തന്നെ എനിക്ക് തോന്നുന്നു ഇന്നത്തെ ക്യാൻഡിൽ 8-ാമത്തെ 9-ാമത്തെ ക്യാൻഡിലാണെന്ന് തോന്നുന്നു. അജുബായ് ഇന്ന് എന്താ ഒരു ഉഷാറില്ലാത്ത, സുഖല്ലേ? ഉഷാറ് ലൈവ് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കും, നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് നിങ്ങളിങ്ങനെ ഭയങ്കര, നിങ്ങളെ സൈഡിൽ നിന്ന് നിങ്ങൾ ഡള്ളാകുമ്പോൾ ഞാനും ഡള്ളാവും. എനിക്ക് ഗ്യാപ്പ് ഇഷ്ടമല്ല. ഓക്കെ, നിങ്ങളിങ്ങനെ പറയുന്ന ചോദ്യങ്ങൾ ചോദിക്കാത്തെ പുറമുള്ളവരോട് ചോദിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് മിണ്ടാതിരിക്കണേ. അല്ല, മറ്റേ ഭയങ്കര ഫാസ്റ്റ് ആണ് ലൈവ് നിങ്ങൾ ഓർമ്മയില്ലേ? ലൈവിൻ്റെ അകത്ത് 1 മിനിറ്റിൻ്റെ അകത്ത് 5 ചോദ്യം എടുക്കും. ഇത് ഭയങ്കര സ്ലോ ആയി പോകുന്നു. പിന്നെ വേറൊരു കാര്യം, മറ്റേതാകുമ്പോഴത്തേക്കും ചാറ്റ് ആകുമ്പോഴത്തേക്കും ചോദിക്കുന്നത് ആരാണെന്നുള്ളൊരു പ്രസക്തി ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ എന്തെങ്കിലും കളിയാക്കി പറഞ്ഞൊക്കെ അങ്ങ് പോവാം. ഇത് ഹലോ, പറയും. എൻട്രോയില് നമ്മള് പൊസിഷൻ എന്തൊക്കെ കാര്യങ്ങൾ അലാമായിട്ട് നോക്കണം? ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളിപ്പോ സെയിൽസും റവന്യൂ കൂടാൻ നേരത്ത് നമ്മുടെ ക്യാഷ് ഫ്ലോ പോസിറ്റീവ് ആയില്ലെങ്കിൽ അതൊരു അലാറമിങ് ആയിട്ട് നോക്കണം എന്നൊക്കെ പറയല്ലേ. അതുപോലെ ഇതിപ്പോ ഒരു 8-9 ക്യാൻഡില് ഇപ്പൊ റെഡ് വന്നു. അപ്പൊ നമ്മുടെ കൺവെൻഷൻ വെച്ച് സെയിലും ഇതെല്ലാം മറ്റേ അവരുടെ കോൺകോളിലും അവര് പോസിറ്റീവായിട്ട് പറയണതുകൊണ്ടും സെയിൽസും എല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പോണതുകൊണ്ട് കുഴപ്പമില്ല. അല്ലാണ്ട് നമുക്ക് അലാമിങ് ആയിട്ട് നമുക്ക് തോന്നേണ്ട ഒരു കാര്യങ്ങളുണ്ടല്ലോ. ഉദാഹരണത്തിന് ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ പോലെ സെയിൽസും റവന്യൂ കൂടിയിട്ട് ക്യാഷ് ഫ്ലോ പോസിറ്റീവ് ആകാത്തതൊക്കെ, അതുപോലെ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടല്ലോ? ഇപ്പോൾ എന്തായാലും കമ്പനി ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ പോസിറ്റീവിലാണ് നിൽക്കുന്നത്. ഇത് ഒരു ടോട്ടൽ ഇയറിൽ നോക്കുമ്പോഴത്തേക്കും പോസിറ്റീവിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുമെന്നാണ് മാനേജ്മെൻറ്റ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ സെയിൽസിനെ പ്രോഫിറ്റിനെയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് എഗെയിൻ എന്താ പറയുക, പോസിറ്റീവിലാണോ ഇല്ലേ എന്നുള്ളത് നമ്മൾ നോക്കണം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ അവർ അക്യൂർ ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനികൾ എന്ന് പറയുന്നത് അവർ വളരെ
ലോവസ്റ്റ് വാല്യുവേഷനിലാണ് അക്യൂർ ചെയ്യുന്നതെന്നാണ് അവർ പറയുന്നത്. അതായത് എനിക്ക് തോന്നുന്നു 5 to 7 ടൈംസ് EV എബിഡയിലാണ് അവർ അക്യൂർ ചെയ്യുന്നത്. മുന്നോട്ട് പോകുമ്പോഴത്തേക്കും അക്യൂർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ ഇതിനെക്കാട്ടിയും കൂടുതൽ വാല്യുവേഷൻസ് കൊടുക്കുകയാണെങ്കിൽ അത് നല്ലൊരു കാര്യമല്ല. കമ്പനി അവർ കൂടുതൽ അക്വിസിഷൻ ലെഡ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആണല്ലോ അവർ ഫോക്കസ് ചെയ്യുന്നത്. അപ്പം കൂടുതൽ വാല്യുവേഷൻ കൊടുത്തിട്ടാണ് കമ്പനികൾ അക്യൂർ ചെയ്യുന്നതെങ്കിൽ ചുമ്മാ കുറേ ഗ്രോത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കണ്ണി കണ്ട ചപ്പച്ചവർ കമ്പനികളെല്ലാം വലിച്ചു വാരി മേടിച്ച് കൂട്ടുന്നു എന്നേ പറയാൻ വേണ്ടി പറ്റത്തുള്ളൂ. അങ്ങനെ മേടിക്കുകയായിരുന്നെങ്കിൽ എൻട്രോയ്ക്ക് ഇതിനെക്കാട്ടി മുന്നേ ഈ 40% ഗ്രോത്ത് തന്നെ അവർക്ക് കാഴ്ചവെക്കായിരുന്നു. അവർക്ക് ഇഷ്ടംപോലെ ചെറിയ കമ്പനികളുണ്ട്, ഏതെങ്കിലും കമ്പനീനെ മേടിച്ചാൽ പോരെ. പക്ഷേ അങ്ങനെ മേടിക്കുന്നതിന് മുന്നേറ്റ് അവർ കുറേ ക്വാളിറ്റി പാരാമീറ്റേഴ്സിൻ്റെ അത് നോക്കുന്നുണ്ട്. ഒന്ന്, അവരുടെ കയ്യിൽ ഓൾറെഡി ഇല്ലാത്ത ഏതെങ്കിലും ഒരു പ്രോഡക്റ്റോ അല്ലെങ്കിൽ അവർ ഇതുവരെ പ്രസൻ്റ് അല്ലാത്ത ഏതെങ്കിലും ഒരു ഏരിയയിലോ ഉള്ളൊരു പുതിയ ബിസിനസ്സിനെയാണ് അവർ അക്യൂർ ചെയ്യുന്നത്. ഓക്കെ. 2, അവരുടെ ഉള്ള എക്സിസ്റ്റിംഗ് ബിസിനസ്സിനെക്കാട്ടിയും ഹയർ മാർജിനുള്ള ബിസിനസ്സിനെയാണ് അവർ അക്യൂർ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഇത്രയും ക്വാളിറ്റി പാരാമീറ്റേഴ്സ് നോക്കാൻ നേരത്തും അതിനെ ഓവർ പേ ചെയ്യാതെ വളരെ ചെറിയ വാല്യുവേഷനിലാണ് അവരതിനെ മേടിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ക്വാളിറ്റി സാധനത്തിൻ്റെ അകത്ത് എന്തെങ്കിലും ചേഞ്ച് വരുന്നുണ്ടെങ്കിൽ പിന്നെ ആ ഗ്രോത്ത് സസ്റ്റെയിൻ ചെയ്യുന്നതായിരിക്കത്തില്ല. ഇവരിത് ഇത്രയും കണിശമായിട്ട് കൊണ്ടുപോകുന്നതുകൊണ്ടാണ് നമ്മൾ ഓക്കെ ഇവർ ഈ ഗ്രോത്ത് കൊണ്ടുവരും എന്നല്ലെങ്കിൽ നാളെ കൊണ്ടുവരാനുള്ള പോസിബിലിറ്റി അതിൻ്റെ അകത്ത് ഉണ്ട് എന്നുള്ളത് നമ്മൾ വിശ്വസിക്കുന്നു. മറ്റേതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് കുറച്ചധികം ഗ്രോത്ത് പെട്ടെന്ന് കൊണ്ടുവരാം, പക്ഷേ അത് ലോങ് റണ്ണിൽ സസ്റ്റെയിൻ ചെയ്യുന്നതായിരിക്കത്തില്ല ഇങ്ങനെ ഉടായ്പ കാണിച്ച് ഗ്രോത്ത് കൊണ്ടുവരികയാണെങ്കിൽ. അപ്പോൾ അതൊരു എന്താ പറയുക ഒരു കാര്യമാണ് നമ്മൾ ട്രാക്ക് ചെയ്യേണ്ട അക്യൂർ ചെയ്യുന്ന കമ്പനികൾക്ക് കൊടുക്കുന്ന വാല്യുവേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയുടെ വർക്കിംഗ് ക്യാപിറ്റൽ ഡേയ്സ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു 66 സംതിങ് ആണെന്ന് തോന്നുന്നു. വർക്കിംഗ് ക്യാപിറ്റൽ ഡേയ്സ് അവർ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് അത് കുറച്ച് കൊണ്ടുവരും എന്നുള്ളതാണ് അവരുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ. അവരുടെ ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് എത്രമാത്രം വർക്കിംഗ് ക്യാപിറ്റൽ ഡേയ്സ് കുറയുന്നു അത്രമാത്രം അവർക്ക് വർക്കിംഗ് ക്യാപിറ്റൽ കുറച്ച് പൈസ മതി അവരുടെ ബിസിനസ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ആ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഈ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ റിഡക്ഷനും മാർജിൻ ഇമ്പ്രൂവ്മെൻറ്റും എല്ലാം കൂടെ ടോട്ടലി റിസൾട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന കമ്പനിയുടെ ROE/ROCക്കകത്താണ്. ROE/ROCയുടെ ട്രജക്ടറി എന്ന് പറയുന്നത് മേളിലോട്ടായിരിക്കും. ഇപ്പോൾ ഉള്ള കമ്പനിയുടെ ഏറ്റവും ലാസ്റ്റ് പ്രസൻറ്റേഷൻ എടുത്ത് നോക്കുകയാണെങ്കിലും നെറ്റ് പ്രോഫിറ്റും അതേ കണക്ക് തന്നെ സെയിൽസും മാത്രമാണ് നമ്മുടെ ടാർഗറ്റുകൾ മീറ്റ് ചെയ്യാത്തത്. ഓക്കെ. പക്ഷേ അതേ സമയത്ത് വർക്കിംഗ് ക്യാപിറ്റൽ നോക്കിക്കഴിഞ്ഞാലും ROE/ROC നോക്കിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ ഒരു കമ്പനീനെ അക്യൂർ ചെയ്യുന്ന പാരാമീറ്റേഴ്സ് നോക്കിക്കഴിഞ്ഞാലും അങ്ങനെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സ്റ്റിൽ നമ്മുടെ ക്രൈറ്റീരിയകൾ മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു കമ്പനിയുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഗ്രോത്തിനെക്കാട്ടി ഉപരിയായിട്ട് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെയാണ്. ROC, ROE, വർക്കിംഗ് ക്യാപിറ്റൽ ഇതുപോലുള്ള സാധനങ്ങളാണ്. അതെല്ലാം സ്റ്റിൽ പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുന്നതുകൂടെ കൊണ്ടാണ് നമ്മൾ ഈ കമ്പനിക്കകത്ത് പറയുന്നത് നെഗറ്റീവായിട്ട് ഇതുവരെ ഒന്നും പറയാത്തത്. ഓക്കെ. അജുഭായി, അതേപോലെ ഒരു ക്വാർട്ടറിൽ ഇത്ര കമ്പനി അവര് ആഡ് ചെയ്യുന്നുള്ള അങ്ങനെ എന്തെങ്കിലും അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടോ മിനിമം? ഇല്ല അങ്ങനെയൊന്നുമില്ല. പക്ഷെ ചില സമയത്ത് ചില ടോക്കുകളൊക്കെ കുറച്ചധികം നീണ്ടു പോകാറുണ്ട്. ഓക്കെ. 2 കമ്പനീനെ അക്യൂർ ചെയ്യാൻ വേണ്ടി ചിലപ്പം ഒരു ക്വാർട്ടറിൽ ഇപ്പൊ അങ്ങനെ കണ്ടീഷൻസ് ഒക്കെ വെച്ച് കഴിഞ്ഞാലും ചിലപ്പോൾ അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ അത് കുറച്ചും കൂടി ഡിലേ, ആ ക്വാർട്ടറിലൊന്നും ഇല്ലെങ്കിലും അത് ഡിലേ ആവാൻ ചാൻസ് ഉണ്ടല്ലോ. അങ്ങനെ ഒരു സിറ്റുവേഷൻ. അതെ. പക്ഷേ ഇപ്രാവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഓൾറെഡി അക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന കമ്പനീനെയാണ് ഇത്ര രൂപയ്ക്കാണ് അക്യൂർ ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ അവർ ഫയൽ ചെയ്തു. പക്ഷെ അതിൻ്റെ എന്താ പറയുക അതിൻ്റെ ഫൈനൽ എന്തോ സാധനങ്ങൾ കൂടെ പെൻഡിങ്ങിലുണ്ട്. അത് നെക്സ്റ്റ് ക്വാർട്ടറിലാകുമ്പോഴത്തേക്കും ശരിയാവും എന്നുള്ള രീതിയിലാണ് പറഞ്ഞേക്കുന്നത്. H2 ആകുമ്പോഴത്തേക്കും അതെല്ലാം അക്യൂർ ചെയ്ത് അതിൻ്റെ പ്രോസസ്സ് എല്ലാം കംപ്ലീറ്റ് ആവും എന്നുള്ള രീതിയിലാണ് പറഞ്ഞേക്കുന്നത്. അതേപോലെ അവർക്ക് ഇയർലി ടാർഗറ്റ് വല്ലതുണ്ട്? ഒരു വർഷത്തിൽ ഇത്ര കമ്പനി മിനിമം മാക്സിമം അല്ലെങ്കിൽ മിനിമം ടാർഗറ്റ് കമ്പനി എത്ര വേണമെന്നല്ല ഉള്ളതിലല്ല, മറിച്ച് സെയിൽസിന്റെ അകത്താണ് ടാർഗറ്റ്. 30% സെയിൽസ് ഗ്രോത്ത് വരണമെന്നുള്ള രീതിയിലാണ്. സെയിൽസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവരുടെ ഓർഗാനിക് ഗ്രോത്ത് എന്ന് പറയുന്നത് ഇൻഡസ്ട്രി ഗ്രോത്തിന്റെ 1.5% ആണ്. 1.5 ടൈംസ് ആണ്. അപ്പോൾ ഇൻഡസ്ട്രി ഗ്രോത്ത് എത്രയാണ്? ഒരു ഓൾമോസ്റ്റ് 10%, 9% ആ റേഞ്ചൊക്കെയാണ് ഇൻഡസ്ട്രി ഗ്രോത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ 1.5 ടൈംസ് എന്ന് പറയുമ്പോഴത്തേക്കും 15% ഗ്രോത്ത് ഇവരെ അക്യൂസിയേഷൻ ഒന്നും ഇല്ലാതെ മര്യാദയ്ക്ക് തന്നെ അവരുടെ കമ്പനിയുടെ ഈ എക്സിസ്റ്റിംഗ് അവർ ഓൾറെഡി ഇന്നലെ വരെ അക്യൂർ ചെയ്തിട്ടുള്ള കമ്പനികളുടെ അകത്ത് ഒരു 15% ഗ്രോത്ത് കൊണ്ടുവരുന്നുണ്ട്. അതിൻ്റെ മേലെ ഈ 30%ലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഗ്യാപ്പിലുള്ള സാധനങ്ങളാണ് അവർ ഈ അക്യൂർ ചെയ്ത് കൊണ്ടുവരുന്നത് കേട്ടോ. അജു ബ്രോ, എനിക്കിപ്പോ എന്റെ പോർട്ട്ഫോളിയോയിലെ ഏകദേശം ഇന്ത്യ ഷെൽട്ടർ ഒരു 10% ആണുള്ളത്. അതിപ്പോ ഏകദേശം ഒരു 10% പ്രോഫിറ്റിലാണ്. എൻട്രോ ഏകദേശം എനിക്കൊരു 20% ഉണ്ട്. അപ്പൊ ഞാനിപ്പോ ഈ ഇന്ത്യ ഷെൽട്ടറിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം ഈ ഒരു സാഹചര്യത്തിൽ?
ഇല്ല, വെയിറ്റ് ചെയ്യുക. സ്റ്റോക്കുകൾ ഒന്ന് ബ്രേക്കൗട്ട് വരട്ടെ. ഏതെങ്കിലുമൊക്കെ സ്റ്റോക്കുകൾ ആദ്യം ബ്രേക്കൗട്ട് വരട്ടെ. ബ്രേക്കൗട്ട് വരുന്നതിന് മുന്നേ ഇപ്പോൾ ചിലപ്പോൾ ഇന്ത്യൻ ഷെൽട്ടർ ആയിരിക്കും അടുത്ത ആദ്യം ബ്രേക്കൗട്ട് നിന്ന് മെയിലോട്ട് കയറി പോകുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ബ്രേക്കൗട്ട് ഏതിലാണ് വരുന്നത് നോക്കിയതിന് ശേഷം അപ്പോഴേ ഡിസൈഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ പെർസെൻറ്റേജ് വൈസ് ഇതിനെക്കാട്ടിയും കൂടുതൽ ഗെയിൻ ഏതെങ്കിലും ഒരു സ്റ്റോക്കിൽ ഉണ്ടായിരിക്കണം. എൻട്രോനെ സംബന്ധിച്ചിടത്തോളം 30% ഗ്രോത്ത്, ഇന്ത്യ ഷെൽട്ടറിനെ സംബന്ധിച്ചിടത്തോളം 35% ഗ്രോത്ത്. അപ്പോൾ ഇതിനെക്കാട്ടിയൊക്കെ ഹയർ ഗ്രോത്തിൻ്റെ പൊട്ടൻഷ്യലുള്ള വേറൊരു കമ്പനി കിട്ടുകയാണെങ്കിൽ, ചീപ്പായിട്ടുള്ള വാല്യുവേഷനിൽ കിട്ടുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് അങ്ങനെ നോക്കാം. അല്ലാത്ത പക്ഷം രണ്ടും ഒരേ ക്വാളിറ്റിയിലുള്ള കമ്പനി, ഒരേപോലെ അക്യുമുലേഷൻസ് നടന്നേക്കുന്ന ഒരു കമ്പനി, ബ്രേക്കൗട്ടും കാര്യങ്ങളും ടെക്നിക്കലും രണ്ടിൻ്റെ ഏകദേശം ഒരുപോലെ നിൽക്കുമ്പോഴത്തേക്കും ഒന്നിൽ നിന്നിട്ട് മറ്റൊന്നിലോട്ട് മാറുന്നതിൽ വലിയ കാര്യമില്ല. ഓക്കെ ഓക്കെ ഓക്കെ, അജിബ്രോ ഒരു കാര്യം ചോദിച്ചിട്ട്, ഒരു മാസം 1.5 മാസം മുമ്പ് പല യൂട്യൂബ് ചാനലുകളും എൻട്രോനെ പറ്റി പബ്ലിക്കായിട്ട് സംസാരിച്ചു തുടങ്ങി. ആ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു ബിഗീസ് ഓക്കെ ന്യൂസ് പുറത്ത് വിടുന്നതിന് കുഴപ്പമില്ല എന്ന് അവര് ചിന്തിച്ച് തുടങ്ങി കാണുന്നു. പക്ഷെ അതിനുശേഷവും എൻട്രോ ഒരുപാട് പെർഫോം ചെയ്യുന്നില്ല. അപ്പോ ബിഗീസ് അത് വീണ്ടും മനഃപൂർവ്വം ഇടിക്കുന്നു എന്നാണോ, അതെയോ അതെ, റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ ആയിട്ടില്ല എന്നാണോ നമ്മൾ വിശ്വസിക്കുന്നത്? അത് നമ്മൾ അന്ന് ഒരു എന്താ പറയുക, അന്ന് നമ്മൾ ആരൊക്കെയാണോ ഈ സ്റ്റോക്കിനെ പറ്റി സംസാരിച്ച് തുടങ്ങിയെന്ന് കരുതിയെന്ന് വിചാരിച്ച ആൾക്കാർ അവരല്ല ഈ സ്റ്റോക്കിൻ്റെ അകത്തുള്ള ബിഗീസ്. ഓക്കെ, അതിൻ്റെ അകത്ത് വേറെ ആരൊക്കെയുണ്ട്. ഓക്കെ ഓക്കെ, അജിബ്രോ, എ ബബിളിനെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പുതിയ വിവരം പറയാവോ? പുതിയ വിവരമൊന്നുമില്ല, ഓൾറെഡി പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അവിടെ മണി പ്രിന്റിങ് സ്റ്റാർട്ട് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇനിയുള്ള എല്ലാ കാര്യങ്ങളും. ഡിസംബറിൽ എന്തോ പ്രിന്റിങ് സ്റ്റാർട്ട് ആവുമെന്ന് പറയുന്ന കേട്ടു. അത് കൂടുതൽ ലിക്വിഡിറ്റി കൊണ്ടുവരില്ല, അത് ഇനിയും ബബിൾ ആവാനല്ല സാധ്യത. അപ്പം ബബിൾ എക്സ്റ്റെൻഡ് ചെയ്ത് പോട്ടെ. ഓക്കെ, ബബിള് പൊട്ടുന്നതിനെ പറ്റി നമ്മൾ എന്തിനാ നല്ലതായിട്ട് ചിന്തിക്കുന്നത്? ബബിൾ ഇതിനെക്കാട്ടിയും വലിയ ബബിളുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടട്ടെ. ഓക്കെ, നമുക്ക് ബബിളിൻ്റെ അകത്തല്ലേ കൂടുതൽ ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പം അങ്ങനെ ബബിൾ ബേസ്റ്റ് ആവുകയാണെങ്കിൽ നമ്മളിപ്പം ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കുകൾ തന്നെ കണ്ടിന്യൂ ആയിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഫുള്ളി എക്സിറ്റ് ആയിട്ട് വേറെ എന്തെങ്കിലും സ്റ്റോക്കുകളിലേക്ക് മാറേണ്ടതായിട്ട് വരുമോ? അത് ബേസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്റ്റോക്കുകൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് നോക്കിയിട്ട് നമ്മളത് ഡിസൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം ബബിൾ ബേസ്റ്റ് ചെയ്യുന്നതിന് മുന്നായിട്ട് ഒരു 6 മാസം നല്ലൊരു റാലി അടക്കുകയാണെന്ന് കരുതുക. നമ്മളെ സ്റ്റോക്കുകളൊക്കെ വളരെ പെട്ടെന്ന് ഒരു ഡബിളായി എന്ന് കരുതുക. ചില സ്റ്റോക്കുകൾ വേണമെങ്കിൽ ട്രിപ്പിൾ ആവും, ചില സ്റ്റോക്കുകൾ 50% റിട്ടേൺസ് തരാം. ഈവൻ മിനിമം 50% റിട്ടേൺസ് ഉണ്ടെങ്കിൽ പോലും ബബിൾ ബേസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഓവറോൾ മാർക്കറ്റ് ഒരു 30-40% ഇടിയുന്നു. US മാർക്കറ്റ് ചിലപ്പോൾ ഒരു 50-60% ഇടിയാം, പക്ഷേ ഓവറോൾ മാർക്കറ്റ് ഒരു 30-40% ഇടിയുന്നു. നമ്മുടെ സ്റ്റോക്കുകൾ ഇത്രയും കയറി നിൽക്കുന്ന ലെവലിൽ നിന്നിട്ട് ഇടിയുമ്പോഴത്തേക്കും ഒരു 30-40-50% ഇടിഞ്ഞാലും നമ്മുടെ ബൈ കോസ്റ്റിൻ്റെ അടുത്തൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ അങ്ങ് വിൽക്കേണ്ട കാര്യം വരത്തില്ല. അടുത്ത പെർഫോമൻസ് തുടങ്ങുമ്പോഴത്തേക്കും നമ്മളത് കയറി പോയിക്കോളും. പക്ഷേ ഇന്നത്തെ ഡേറ്റിലാണ് ഇടിഞ്ഞു തുടങ്ങുന്നതെങ്കിൽ ചില സ്റ്റോക്കുകളെങ്കിലും നമ്മൾ മാറ്റേണ്ടതായിട്ട് വരും. എസ്പെഷ്യലി ഫിനാൻസ് ആയിട്ട് നിൽക്കുന്ന സ്റ്റോക്കുകളെങ്കിലും ചിലതൊക്കെ നമ്മൾ മാറ്റേണ്ടതായിട്ട് വരും. അജുഭായ്, നമ്മളെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 2021 മുതല് സെല്ലിങ് തന്നെയാണ്, നെറ്റ് സെല്ലിംഗ് ആണ് കൂടുതൽ വരുന്നത്. 2025 വരെ അങ്ങനെ തന്നെയായിരുന്നു. ഞാനൊരു ചാർട്ട് നോക്കിയപ്പോൾ അങ്ങനെയാണ് കാണിച്ചിട്ടുള്ളത്. അത് എന്താണ് അങ്ങനെ വരുന്നത്? കഴിഞ്ഞ മാർക്കറ്റ് സൈക്കിളിൽ അവർ കൂടുതൽ മേടിച്ചിട്ടില്ലേ, അതാണോ? ഇല്ല, പിന്നെ ഇതിൽ ഓരോ ഈ മൊത്തത്തിൽ ഈ മാർക്കറ്റ് സൈക്കിൾ എന്ന് പറയുന്നത് ജനുവരിയിൽ തുടങ്ങിയിട്ട് ഡിസംബറിൽ തീരുന്നതല്ലല്ലോ. അപ്പം 2022 അല്ലെങ്കിൽ 2023 പകുതി തൊട്ട് 2024 പകുതി വരെയാണ് ആ ബുൾ റണ്ണിൻ്റെ ഒരു ഇതെങ്കിൽ അതിൻ്റെ തുടക്കത്തിൽ ഒരു ചിലപ്പോൾ വിറ്റിട്ടുണ്ടായിരിക്കും, മറ്റേതിൻ്റെ അവസാനത്തിൽ ഒരു വിറ്റിട്ടുണ്ടായിരിക്കും. അപ്പം നെറ്റ് നമുക്ക് ഇതിൻ്റെ അകത്ത് കുറവേ കാണാൻ വേണ്ടി പറ്റത്തുള്ളൂ. പക്ഷേ ഇടയിലായിരിക്കും അവർ മേടിച്ചിട്ട് അവർ പ്രോഫിറ്റ് എടുത്തേക്കുന്നത് അല്ലേ. 2023 പകുതി തൊട്ട് 2024 പകുതി വരെ മേടിച്ചു കഴിഞ്ഞാലും പ്രോഫിറ്റിലായിരിക്കില്ല അവർ പിന്നീട് എക്സിറ്റ് എല്ലാം ചെയ്യുന്നത്. ഓക്കെ, അത് വർഷത്തിൻ്റെ കണക്കിൽ അങ്ങനെ നോക്കാതെ മൊത്തത്തിൽ മാസമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറേ കൂടെ ഒരു ധാരണ കിട്ടും. പക്ഷേ എനിക്കത് ഇടയ്ക്ക് എപ്പോഴും പോസിറ്റീവ് ആയിരുന്നു കേട്ടോ. അത് ഫുള്ള് എല്ലാ വർഷവും നെഗറ്റീവ് ഒന്നും അല്ല, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ചാർട്ടില് 2020 വരെയാണ് അത് വന്നിട്ടുള്ളത്, പിന്നൊക്കെ കുറവ് തന്നെയാണ്. 2023 അവര് നെറ്റ് സെല്ലിംഗ് കുറവുള്ളത് 16,510 കോടി അങ്ങനെ ഒരു കണക്കിൽ കണ്ടത്. ഈ 16,000 എന്ന് പറയുന്നത് ഇന്നത്തെ ഡേറ്റിൽ 2 ദിവസം കൊണ്ട് വിൽക്കുന്ന എമൗണ്ട് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ അല്ല, നെറ്റ് എല്ലാ ഇയർലി ഉള്ള നെറ്റ് സെല്ലിംഗ്. അതെ, അപ്പോൾ ഇതിൻ്റെ ഇടയിൽ അവർ കുറേ മേടിച്ചിട്ടുമുണ്ട്. ഓക്കെ,
അതെ. 2023 സെക്കൻഡ് ഹാഫ് മൊത്തം അവർ മേടിച്ചിട്ടുണ്ടായിരിക്കും അങ്ങനെയാണെങ്കിൽ. ഓക്കെ ഓക്കെ. ബ്രോ ഗ്രീസ് കോട്ടനെ കുറിച്ച് ഒരു ഇത് പറയാമോ? സ്കോട്ടൺ എന്നൊരു മൾട്ടി ബാഗർ സ്റ്റോക്കായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഈ ഒരു ബുൾ മാർക്കറ്റ് നടക്കുമ്പോഴത്തേക്ക് എല്ലാ സ്റ്റോക്കുകളും കയറുമ്പോൾ അതും ഡബിളും അതിന് മേലുള്ള റിട്ടേൺസ് ഒക്കെ ചിലപ്പോൾ വരുമായിരിക്കും. ഒരു മൾട്ടി ബാഗർ ആയിട്ട് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. ഈ എൻട്രോയുടെ ഡിസംബർ 2 മീറ്റിംഗ് എന്തെങ്കിലും ഉണ്ടോ? ഞാൻ അനൗൺസ്മെന്റ് ചെക്ക് ചെയ്തില്ല കേട്ടോ. കാണുമായിരിക്കും, അവരെല്ലാ മാസത്തിലും നടത്തുന്നുണ്ട്. ഓക്കെ ഓക്കെ മാസത്തിന് എനിക്ക് തോന്നുന്നു 2 ആഴ്ച കൂടുമ്പോൾ നടത്തുന്നുണ്ടെന്ന് തോന്നുന്നു. ഉണ്ടല്ലേ. ആ ഓ ഓക്കെ. വേറെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോ, അതോ വൈൻഡപ്പ് ചെയ്യാമോ? അജു ബ്രോ, ക്രിസാക്ക് ഇന്ന് നല്ല ഒരു വോളിയം കണ്ടായിരുന്നല്ലോ. ഇതിന്റെ ഗ്യാപ്പ് അപ്പ് ഫില്ല് ചെയ്ത പോലെ തോന്നി. വാല്യുവേഷൻ ഹൈ ആണ് ഭായി. ബാക്കി വേറെ കുഴപ്പമൊന്നുമില്ല, കമ്പനി അത്യാവശ്യം ഗ്രോത്ത് കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ വാല്യുവേഷൻ കുറച്ച് ഹൈ ആണെന്നേ ഉള്ളൂ. ആൻഡ് ഇത് ഇപ്പം ഇന്ന് ഈ ക്രിസാക്ക് ഇതിൻ്റെ മുന്നേ എപ്പോഴാണ് എല്ലാവരും സംസാരിച്ച് ഓർക്കുന്നുണ്ടോ? കണ്ടപ്പോഴാണ് എല്ലാവരും സംസാരിക്കുന്നത്. ഓ, നല്ല വോളിയം കണ്ടപ്പോഴാണ് സംസാരിക്കാൻ തുടങ്ങിയെന്ന് തോന്നുന്നു. ലാസ്റ്റ് ഇതേ കണക്കിന് 10-15% ഒരു ദിവസത്തിൽ അപ്പായിട്ട് ഒരു ഗ്യാപ്പ് അപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റിസൾട്ട് വന്നതിൻ്റെ പിറ്റേ ദിവസം. ഓക്കെ, അന്ന് കുറേ ആൾക്കാർ ഇതിൻ്റെ ബിസിനസ്സിനെ പറ്റിയിട്ടും ബിസിനസ്സിൻ്റെ ക്വാളിറ്റീനെ പറ്റിയിട്ടും അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇഷ്ടംപോലെ ചർച്ചകൾ നടന്നു. അതിനുശേഷം പിന്നെ ഇന്നാണ് അടുത്ത ഒരാൾ എന്നെ പറ്റിയിട്ട് ചോദിക്കുന്നത്. ഓക്കെ, ഇതേ കണക്കിന് ഗ്രീസ് കോട്ടൻ്റെ കാര്യം. ഗ്രീസ് കോട്ടൻ എല്ലാവരും ചോദിച്ചുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞൊരു കറക്റ്റ് പറയുകയാണെങ്കിൽ ഒരു ഡിസംബർ ആ ഒരു സമയത്തൊക്കെ ഭയങ്കരമായിട്ട് 2024 ഡിസംബറിലും ആ ഒരു സമയത്തൊക്കെ ഭയങ്കരമായിട്ട് ഇത് മേലിലോട്ട് ഷൂട്ടപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സ്റ്റോക്കിന് ഒരാൾ റെക്കമെൻഡ് ചെയ്തതിൻ്റെ ബേസിസിൽ. ഓക്കെ, അതിനുശേഷം പിന്നീട് ഈ ഒരു സ്റ്റോക്കിനെ പറ്റിയിട്ട് അധികം സംസാരമൊന്നുമില്ല. ഇതിപ്പോൾ വർഷം ഒന്നാവാറായി, സ്റ്റിൽ ആ ഒരു റേഞ്ചിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ അന്നും നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. ഇതൊരു ബുൾ മാർക്കറ്റ് നടക്കുമ്പോഴത്തേക്കും ഇതുപോലുള്ള സ്റ്റോക്കുകളൊക്കെ അത്യാവശ്യം റിട്ടേൺസ് തരും, പക്ഷേ ഒരു ബുൾ മാർക്കറ്റ് സ്റ്റാർട്ട് ആവണം. അപ്പം ക്രിസാക്കിനെ സംബന്ധിച്ചിടത്തോളം ഓൾമോസ്റ്റ് സെയിം സാധനമൊക്കെ തന്നെയാണ്. ഗ്രോത്ത് ഉണ്ട്, വാല്യുവേഷൻസ് കുറച്ച് ഹൈ ആണ്, പക്ഷേ ബുൾ മാർക്കറ്റ് സ്റ്റാർട്ടായി കഴിയുമ്പോഴത്തേക്കും മേലിലോട്ട് കയറി പോകുന്നതായിരിക്കും. ഭയങ്കര ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ക്രിസാക്കിൽ തന്നെ പൊസിഷൻസ് ബിൽഡ് ചെയ്യണമെന്ന് പറയാൻ വേണ്ടിയിട്ടുള്ളൊരു സാധനം എൻ്റെ അകത്ത് ഫീൽ ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. ഈ IIFL ഫിനാൻസിനെ കുറിച്ച് ബ്രോ ഒരു IIFL അല്ലേ? അതെ അതെ. എനിക്ക് ഇവിടെ പറ്റി വലിയ, ഞാൻ അങ്ങനെ സ്റ്റഡി ചെയ്തിട്ടുള്ളൊരു സാധനമൊന്നുമല്ല. പക്ഷേ ഇവരുടെ ഗോൾഡ് ലോൺ ഭയങ്കര ഒരു എന്താ പറയുക, നല്ലൊരു സംഭവം അല്ലായിരുന്നോ? അതിൻ്റെ അകത്തെല്ലാം ഇടയ്ക്ക് വെച്ചിട്ട് എന്തോ ഒരു പണി കിട്ടിയത് കഴിഞ്ഞ മാർച്ചിൽ, 2024 മാർച്ചിൽ എന്തോ ഒരു ബാനോ എന്തോ സാധനം കൊണ്ടുവന്നത്. അപ്പോഴാണ് ഒരു കണ്ടിന്യൂസ് ആയിട്ടൊരു 2-3 ദിവസം ലോവർ സർക്യൂട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു. 20% വെച്ചിട്ട് 2-3 ദിവസം എന്തോ അവർ ഇടിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ശരിയായിരുന്നു? ആ ബാൻ മാറിയായിരുന്നോ? പുതിയ ഗോൾഡ് ലോൺ കൊടുക്കാൻ പറ്റത്തില്ല. ഓക്കെ ഓക്കെ, അതിനെ കുറിച്ച് കറക്റ്റ് ചെക്ക് ചെയ്തില്ല ബ്രോ. ഓക്കെ, ഇത് അത് ബാൻ മാറിയിട്ടുണ്ട്. ബാൻ മാറിയിട്ടുണ്ടല്ലേ? ജിയോ എന്തെങ്കിലും ഗോൾഡ് ലോൺ സ്റ്റാർട്ട് ചെയ്തോ? ജിയോ ഫിനാൻസ് ആർക്കെങ്കിലും അറിയാമോ? അതിനെ കുറിച്ച് അറിയത്തില്ല ബ്രോ. ഓക്കെ, ഇത് ഒരു സമയത്ത് ഒരു ട്രെൻഡ് ആയിരുന്നു. ജിയോ ഏത് ബിസിനസ്സിൽ കയറാൻ വേണ്ടി പോകുന്നു ആ ബിസിനസ്സിന് ജിയോ കയറുന്നതിന് തൊട്ട് മുന്നേ അതേ സെഗ്മെൻ്റ് അകത്ത് നിൽക്കുന്ന ലീഡർ സ്റ്റോക്കിൻ്റെ അകത്ത് എന്തെങ്കിലും ഗവൺമെൻറ് സൈഡിൽ നിന്ന് എന്തൊരു പണി കിട്ടും. ഓക്കെ, അങ്ങനെ ഗോൾഡ് ലോണിൻ്റെ അകത്ത് ഒരു ലീഡർ സ്റ്റോക്ക് ആയിരുന്നു. മീൻസ് ഇവരുടെ പോർട്ട്ഫോളിയോയുടെ നല്ലൊരു ശതമാനം ഗോൾഡ് ലോൺ എന്തോ ആയിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഒരു പണി കിട്ടിയത്. അപ്പോൾ അത് മാറി എന്നാണ് ഇതിപ്പോൾ ഈ മീറ്റിൻ്റെ അകത്ത് പറഞ്ഞപ്പോഴത്തേക്കാണ് ഞാനും അറിയാം. ഞാനങ്ങനെ ട്രാക്ക് ചെയ്യുന്നില്ല. ഈ JK എന്റർപ്രൈസിനെ കുറിച്ചോ ബ്രോയ്ക്ക്? JK എന്റർപ്രൈസ്, അതെ, ലാസ്റ്റ് ക്വാർട്ടർ റിസൾട്ട് വലിയ കുഴപ്പമില്ലായിരുന്നു. ഇത് ഓൾറെഡി മൾട്ടിവെയർ റിട്ടേൺസ് തന്ന സ്റ്റോക്ക് അല്ലേ ഭായി? ഓൾറെഡി സ്റ്റോക്ക് 2 രൂപയിൽ നിന്ന് 240 രൂപ പോയില്ല, 100 ഇരട്ടി ആയില്ല. ഇനി അങ്ങനെ 1000-10,000 ഇരട്ടി ആവണമെന്നാണോ? ഇതിന്റെ റെക്കോർഡിങ് നമുക്ക് ഇപ്പൊ അപ്ലോഡ് ചെയ്യോ? ഇതിന്റെ റെക്കോർഡിങ് ഞാൻ യൂട്യൂബിൽ ഇട്ടേക്കാം ഭായി. പോപ്പുലർ വെഹിക്കിൾസിന്റെ വ്യൂ സ്റ്റിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞേക്കുന്ന കാര്യം തന്നെയാണ്. ഈ ഒരു ബുൾ മാർക്കറ്റിൻ്റെ അകത്ത്
ഓട്ടോ സെക്ടർ പെർഫോം ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സ്റ്റോക്ക് ഒരു 0.8 ടൈംസ് പ്രൈസ് ടു സെയിൽസ് വരെ എത്താനുള്ള ചാൻസ് ഉണ്ട്. 0.6 to 0.8. ഓക്കെ, ഈ സ്റ്റോക്കിൻ്റെ ക്വാളിറ്റി വെച്ചിട്ട് ഇതൊരു 5 ടൈംസ് 10 ടൈംസ് പ്രൈസ് ടു സെയിൽസ് ഒന്നും ആകത്തില്ല. 0.6 to 0.8 ആൻഡ് അവരുടെ 18% സെയിൽസ് ഗ്രോത്തിൻ്റെ ടാർഗറ്റാണുള്ളത്. ഹൈ ടീൻസ് 18, 19 ആ റേഞ്ച്. അപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് ആ ഒരു മറ്റേ എമിലിൻ്റെ അകത്ത് കിട്ടിയത് മാതിരിയുള്ള റിട്ടേൺസ് ആയിരിക്കും ഈ ഒരു ബുൾ മാർക്കറ്റിൻ്റെ അകത്ത് എക്സ്പെക്ട് ചെയ്യാനുണ്ട് കേട്ടോ. ദുബായ് നഹർ ബ്രോ നഹർ ക്യാപിറ്റലിന്റെ അവസ്ഥ എങ്ങനെയാണ് ഇപ്പോൾ? നഹർ ക്യാപിറ്റലും സെക്കൻഡ് ഞാൻ കുറച്ചാളായത് നോക്കിയിട്ട് താഴോട്ട് പോകുന്നു. ഇപ്പോൾ ഓവറോൾ ഈ സ്മോൾ ക്യാപ്പിൻ്റെ അകത്ത് മൊത്തത്തിലൊരു മാന്യത ഉണ്ട്, അതുകൊണ്ടാണ് ഇതൊക്കെ താഴോട്ട് പോകുന്നത്. വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഡിസ്ട്രിബ്യൂഷനും സംഭവിച്ചിട്ടില്ല. സ്റ്റിൽ ഹോൾഡ് ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഈ സ്റ്റോക്കും ഈ ഒരു മാർക്കറ്റ് സൈക്കിൾ എൻ്റെ ആകുമ്പോഴത്തേക്കും പ്രീവിയസ് ആയി ടച്ച് ചെയ്യേണ്ടതാണ് ഗ്രോത്ത് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ. അജയ് ബ്രോ, ഈ തേജസ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് സ്റ്റോക്ക് എങ്ങനെയാ? അത് അത് ഓൾറെഡി കഴിഞ്ഞ മൾട്ടിബാഗർ റിട്ടേൺസ് തന്നെയല്ലേ. അത് സൈക്ലിക്കലാണ്. ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ അകത്ത് മേലിലോട്ടുള്ള ഷൂട്ടപ്പുകളൊക്കെ നടക്കാറുണ്ട്, പക്ഷേ സ്റ്റിൽ എനിക്കതിൻ്റെ ഒരു സുഖം തോന്നിയിട്ടില്ല. കഴിഞ്ഞ മാർക്കറ്റ് സൈക്കിളിലാണ് നല്ലൊരു മൾട്ടിബാഗർ റിട്ടേൺസ് തരുകയും ചെയ്തു. അത് ടാറ്റ എടുത്തെന്നുള്ള എന്തോ ഒരു ന്യൂസിന്റെ പുറത്തായിരുന്നു കുറച്ച് കയറിയിരുന്നെന്ന് തോന്നുന്നു. അല്ലെങ്കിലും അത് 2020 35 രൂപയിൽ നിന്നത് ഇപ്പോൾ 1500 വരെ പോയില്ലേ അത്. അല്ല, തേജസ് നെറ്റ്വർക്ക് ഇപ്പം താഴ്ത്തല്ലേ കിടക്കുന്നത്? 1500 പോയിട്ട് ഇപ്പം 500 എത്തി. ഓക്കെ. 1500 അജു പോയത്. ഭായി, ഉത്കർഷ് സ്മാൾ ഫിനാൻസ് ബാങ്കിലെ നല്ല രീതിയിൽ FIs DIs നല്ല ഷെയർ ഹോൾഡിംഗ് കൂടിയതായിട്ട് കാണുന്നുണ്ട്. ഒന്ന് വ്യൂ പക്ഷേ ഈ നോക്കാമോ? സ്മോൾ ഫിനാൻസ് ബാങ്കുകളിൽ തന്നെ ഏറ്റവും മോശം സ്മോൾ ഫിനാൻസ് ആയിട്ടാണ് എനിക്ക് ഉത്കർഷ് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം 1% 13%ലേക്ക് നവംബറിൽ ഷെയർ ഹോൾഡിങ്സ് കൂടിയിട്ടുണ്ട് FISന്റെ. DISന്റെ 1%-ൽ 2.39. നിന്ന് 13% അതിൻ്റെ അകത്ത് വേറെ എന്തെങ്കിലും ഒരു ക്യാച്ച് കാണും. ഒരു സെക്കൻഡ്, ഡയറക്റ്റ് മാർക്കറ്റിൽ നിന്നിട്ടുന്ന ആരും അത്രയും പർച്ചേസും ചെയ്യാറില്ല. സെക്കൻഡ്, ഉത്കർഷ് സ്മോൾ ഫിനാൻസ് ബാങ്ക് DISും ഓൾമോസ്റ്റ് 8%ന്റെ ഹൈക്ക് വന്നിട്ടുണ്ട്. അല്ല, ഈ 1%-ൽ നിന്ന് 13%-ലോട്ട് പോയപ്പോഴത്തേക്കും പ്രൊമോട്ടേഴ്സ് ൻ്റെ അകത്തല്ലേ ആ കുറവ് വന്നേക്കുന്നത്, പബ്ലിക്കിൻ്റെ നിന്ന് മേടിച്ചിട്ടല്ലല്ലോ. ഇല്ല പ്രൊമോട്ടേഴ്സിന്റെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതിൽ വലിയ കാര്യമില്ലല്ലോ. കാരണം ഒരു ബിഗ്ഗിയിൽ നിന്ന് വേറൊരു ബിഗ്ഗിലോട്ട് പോകുന്നതിൽ വ്യത്യാസം മീൻസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം സപ്ലൈക്കകത്ത് വലിയ വ്യത്യാസം വരുന്നില്ലല്ലോ. ഒരു കമ്പനിയിലെ മുതലാളി കമ്പനി വിറ്റു, വേറൊരു മുതലാളി വന്നു. ഓക്കെ, നമ്മൾ വിറ്റ മുതലാളിയും വാങ്ങിയ മുതലാളി രണ്ട് മുതലാളികൾ തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അല്ല, FIS എടുത്തോണ്ട് എന്തെങ്കിലും ഒരു ഫ്യൂച്ചർ എന്തെങ്കിലും കണ്ടുകൊണ്ടാണോ? അല്ല, അവർക്ക് ഫ്യൂച്ചർ ഉണ്ട്. ഈ സ്റ്റോക്ക് മേലിലോട്ട് കയറി പോകുന്നതായിരിക്കും. ഇതിൻ്റെ അകത്ത് ഒരു ബുൾ മാർക്കറ്റിൻ്റെ അകത്ത് ഇതുപോലുള്ള സ്റ്റോക്കുകളൊക്കെ പെർഫോം ചെയ്യുന്നതായിരിക്കും. എസ്പെഷ്യലി ഏറ്റവും മോശം കണ്ടീഷനിൽ കിടക്കുന്ന സ്റ്റോക്കുകളായിരിക്കും ഗ്രോത്ത് വരുമ്പോഴത്തേക്കും നല്ല രീതിയിൽ കയറി പോകുന്നത്. ഓക്കെ, ഉത്കർഷ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റേ സാറ്റിൻ ക്രെഡിറ്റ് ആ ഒരു സ്റ്റോക്ക് ആയിക്കോട്ടെ. ഒരു സെക്കൻഡ്. ഓക്കെ, ഇവരൊരു റൈറ്റ്സ് ഇഷ്യൂ കൊണ്ടുവന്നിട്ടുണ്ട്. റൈറ്റ്സ് ഇഷ്യൂ കൊണ്ടുവരുമ്പോഴത്തേക്കും അപ്പോൾ കമ്പനി അതൊരു ഫ്രഷ് ഇഷ്യൂ ആണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ റിഡക്ഷൻ്റെ ഒരു റീസൺ ഈ റൈറ്റ്സ് ഇഷ്യൂ ആണ്. റൈറ്റ്സ് ഇഷ്യൂവിൻ്റെ അകത്ത് ഈ എക്സിസ്റ്റിംഗ് ഇൻവെസ്റ്റേഴ്സ് കുറേ പേര് പാർട്ടിസിപ്പേറ്റ് ഒക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് കാരണം ഇതിൻ്റെ അകത്ത് ഈ ഒരു ഇമ്പ്രൂവ്മെൻറ്റിൽ കുറച്ച് ഭാഗം അങ്ങനെയും വന്നതായിരിക്കും കേട്ടോ. കഴിഞ്ഞ ഒക്ടോബറിൽ ആണ് റൈറ്റ്സ് ഇഷ്യൂ കൊണ്ടുവന്നേക്കുന്നത്. ഒക്ടോബർ നവംബറിൻ്റെ ഷെയർ ഹോൾഡിംഗ് ഡേറ്റയാണ് കിടക്കുന്നത്. അതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ കയറി വരുന്നുണ്ട്. അവർ കുറേയൊക്കെ മറ്റവരിൽ നിന്ന് മേടിച്ചതായിരിക്കാം, പ്രൊമോട്ടറിൻ്റെ നിന്ന് മേടിച്ചതുണ്ടായിരിക്കാം, പിന്നെ റൈറ്റ്സ് ഇഷ്യൂ വന്നപ്പോൾ ഉള്ള ചേഞ്ചസ് ഉണ്ടായിരിക്കും. അങ്ങനെ ഒരുപാട് ചേഞ്ചസ് ഉണ്ട്. മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇത്ര മാത്രം നോക്കിയാൽ മതി. നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് 2023 സെപ്റ്റംബറിൻ്റെ അകത്ത് 1,63,000 ആയിരുന്നു. ഇപ്പോൾ അത് 2,63,000 ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ക്ലിയർ ഡിസ്ട്രിബ്യൂഷനാണ്, അക്യുമുലേഷനും നടന്നിട്ടില്ല. ഓക്കെ, ഈ ഒപ്റ്റിമസ് ഇൻഫ്രയെ കുറിച്ച് ഞാൻ ട്രാക്ക് ചെയ്യുന്ന ഒരു സ്റ്റോക്കല്ല.
OP എപ്പോഴത്തെ TI ഓൾറെഡി മൾട്ടിബാഗർ റിട്ടേൺസ് തന്നൊരു സ്റ്റോക്കാ പോയി. സൈക്ലിക്കൽ ഇതാണോ ബ്രോ? ആ സൈക്ലിക്കൽ സ്റ്റോക്ക്. അതിൻ്റെ അകത്ത് മാർജിൻ ഭയങ്കരമായിട്ട് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നുണ്ട്. -27, -54, ഇപ്പോൾ എന്താ +7%. സ്റ്റിൽ റിസൂം തോന്നുന്നില്ല അങ്ങോട്ട്. അജു ഓക്കെ. ബ്രോ, NIS US നിസസ് ഫിനാൻസ് ഞാൻ NIS US പണ്ടെപ്പോഴും ഇങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു ഈ ഒരു സ്റ്റോക്ക്. കുഴപ്പമില്ലാത്തൊരു സ്റ്റോക്കാണ്, പക്ഷേ പാറ്റേണിൻ്റെ അകത്ത് ബ്രേക്കൗട്ട് ആയിട്ടില്ല. ബ്രേക്കൗട്ട് വരുമ്പോഴത്തേക്ക് എടുക്കുന്നതിൽ പൊസിഷൻസ് ബിൽഡ് ചെയ്യാൻ തോന്നുന്നു. ആദ്യം അത് കുറച്ച് ഹയർ വാല്യൂഷനിലായിരുന്നു തോന്നുന്നു, എനിക്ക് തോന്നുന്നു ലിസ്റ്റ് ചെയ്ത സമയത്ത്. സെക്കൻഡ് പ്രൈസ് ടു ബുക്ക് ലിസ്റ്റ് ചെയ്ത സമയത്ത് ഇത് 5.5 ടൈംസ് പ്രൈസ് ടു ബുക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് 3.5 ആയിട്ടുണ്ട്. ഫെയർ വാല്യൂഷൻ റേഞ്ചിലോട്ട് എത്തിയിട്ടുണ്ട്, പക്ഷേ സ്റ്റിൽ ചീപ്പ് ആയിട്ടില്ല കേട്ടോ. ചീപ്പ് ആവണമെങ്കിൽ ഇനിയും കുറച്ചുകൂടെ ചീപ്പ് ആവോ ഇല്ലെന്നും അറിയത്തില്ല. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു സ്റ്റോക്കാണ്. ബ്രേക്കൗട്ട് ആകുമ്പോഴത്തേക്ക് എടുക്കാവുന്നതാണ്. പക്ഷേ ഇത് SME സ്റ്റോക്ക് അല്ലേ? SME അല്ലാന്ന് തോന്നുന്നു. അത് BSE മാത്രം SME ലിസ്റ്റ് ചെയ്തേക്കണം. 2000 SME ആണോ അത്? 2000 സംതിങ് ഷെയർ ഹോൾഡേഴ്സ് അല്ലേ ഉള്ളൂ. 2000, 3000 ഇതൊക്കെ കാണുന്നതൊക്കെ SME. ഓക്കെ ഓക്കെ ഓക്കെ. അജുഭായ്, ഞാനിത് നമ്മുടെ പറയൂ, പെട്ടെന്ന് പറയുന്ന പോയിന്റ് പോയി. ഒരു ഡൗട്ട്. ഈ നമ്മുടെ 100-1 പിക്സിനകത്ത് 2 സ്റ്റോക്സ്, പർപ്പിൾ ഫിനാൻസും പിന്നെ VDL സിസ്റ്റം, അത് നോക്കിയായിരുന്നു. അതിൽ VDL നല്ല ബ്രേക്ക്ഔട്ട് വന്നിട്ടുണ്ട്. പർപ്പിൾ ഓൾമോസ്റ്റ് ബ്രേക്ക്ഔട്ടിന് നിൽക്കണ പോലെ തോന്നി. പർപ്പിളും 45-ന്റെ മേലോട്ട് ക്ലോസിംഗ് കിട്ടുമ്പോഴത്തേക്കും ബ്രേക്കൗട്ട് ആണ്. VDL നമ്മൾ ഓൾറെഡി നോക്കി അതിൻ്റെ അകത്ത് പൊസിഷൻസ് ബിൽഡ് ചെയ്യാനൊക്കെ ഗ്രൂപ്പിൽ സംസാരിച്ചായിരുന്നല്ലോ. ഗ്രൂപ്പിൽ നമ്മൾ അതിൻ്റെ VDL-നെ പറ്റി പോസ്റ്റ് ഇട്ട് കണ്ടില്ലായിരുന്നോ? കണ്ടായിരുന്നു. VDL എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തായിരുന്നു. ഞാൻ അത് എപ്പോഴാണ്, 2 മാസം മുന്നേ ആണോ? 2 മാസം 1 മാസം 2 മാസത്തോളം ആവും തോന്നുന്നു. റിപ്പോർട്ട് കണ്ടായിരുന്നു. പർപ്പിൾ എങ്ങനെയുണ്ട്? പർപ്പിളും നല്ലൊരു സ്റ്റോക്കാണ്. VDL എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടു. ഞാനതാ പിന്നെ VDL മെമ്പേഴ്സ് കമ്മ്യൂണിറ്റിയിൽ അന്ന് പൊസിഷൻസ് VDL ഇപ്പോൾ നമ്മൾ 2 മാസം മുന്നേ സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അപ്പോഴൊരു 100 സംതിങ് ആയിരുന്നല്ലേ? 175, 70 അങ്ങനെ എന്തോ റേഞ്ച്. പിന്നെ അതില് എനിക്ക് 2 lakhs ഒരു ലോട്ടോ അങ്ങനെ എന്തോ ആയിട്ട് മേടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു ഇഷ്യൂ. അങ്ങനെ. ഓക്കെ. അജുഭായ്, ഒരു പേഴ്സണൽ ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ ഹെഡ്ഫോൺ ഈ സൗണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട്. ഇത് ഒറിജിനൽ ആപ്പിൾ തന്നെയാണെന്ന് പ്രതീക്ഷിക്കുന്നു. അല്ല, 2 കാര്യമുണ്ട്. ഒന്ന്, അത് ഒറിജിനൽ ആപ്പിളാണ്, പക്ഷേ ഹെഡ്ഫോൺ അല്ല വർക്ക് ചെയ്യുന്നത്, മൈക്ക് ഈ സാധനമാണ് കേട്ടോ. ബ്രോ, അർബൻ കമ്പനിയെ കുറിച്ച് ഇപ്പോൾ അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ ആണെന്ന് പറയാമോ? ഇല്ല, ബ്രേക്കൗട്ട് ആയിട്ടില്ല. വാല്യുവേഷൻ സ്റ്റിൽ ഹൈ ആണ്. ബ്രേക്കൗട്ട് എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ നോക്കാം. അതും ഇതേ കണക്ക് തന്നെയാണ്. ഇപ്പോൾ താഴോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ മേലോട്ട് കയറുന്ന കണക്ക് കാണും. അപ്പോഴത്തേക്ക് എല്ലാ ആൾക്കാരും അതിനെപ്പറ്റി സംസാരിക്കും. പിന്നെ ഏകൻ ഇത് ഇടിഞ്ഞ് താഴെ വരും. അപ്പോൾ അവർ പട്ടി അതിനെപ്പറ്റി സംസാരിക്കത്തില്ല. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഏകൻ ഇത് മേലോട്ട് കയറും. 1-2 ആഴ്ച, 2-3 ആഴ്ച. പിന്നെ ഇത് താഴോട്ട് വരും. നമ്മൾ എൻട്രോലൊക്കെ ഇപ്പം കാണുന്നത് പോലെ. അങ്ങനെ ഒരു വർഷം അത് പോയി കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് വാല്യുവേഷൻസ് ഫേവറബിൾ ആവും, കമ്പനി ഗ്രോത്ത് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ. പിന്നീടായിരിക്കും അതിൻ്റെ അകത്തൊരു മൂവ്മെൻറ്റിനുള്ള എല്ലാ പോസിബിലിറ്റിയും വരുന്നത്, നോർമൽ കണ്ടീഷനിൽ പറയുകയാണെങ്കിൽ. നമുക്കൊരു ബ്രേക്ക്ഔട്ടിൻ്റെ നമുക്ക് അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു റേഞ്ച് പറയാമോ? അങ്ങനെ നോക്കുകയാണെങ്കിൽ കറണ്ട് ലെവലിൽ തന്നെ ബൈ ചെയ്ത് തുടങ്ങാവുന്നതാണ്. അതായത് അടുത്തൊരു 3-4 വർഷത്തേക്ക് ഹോൾഡ് ചെയ്യാന്നുള്ള രീതിയിലൊക്കെയാണ് നോക്കുന്നതെങ്കിൽ കറണ്ട് ലെവലിൽ തന്നെ ബൈ ചെയ്ത് തുടങ്ങാവുന്നതാണ്. കാരണം അവരുടെ ബിസിനസ് നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഫ്യൂച്ചറിലോട്ട്. അതിപ്പോൾ നമുക്കിപ്പോൾ നൈക്ക ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് നൈക്കയുടെ ബിസിനസ് ഭയങ്കര ഫ്യൂച്ചറിൽ പൊട്ടൻഷ്യൽ ഉള്ളതല്ലായിരുന്നോ? അല്ലെങ്കിൽ ഇപ്പോൾ ലേറ്റൻ വ്യൂ ലിസ്റ്റ് ചെയ്യുമ്പോഴും ലേറ്റൻ വ്യൂയുടെ ബിസിനസ് ഭയങ്കര പൊട്ടൻഷ്യൽ ഉള്ള, പക്ഷേ വാല്യുവേഷൻസ് ഹൈ ആയതിൻ്റെ പേരിൽ എത്ര നാളത് പെർഫോം ചെയ്യാതെ കിടക്കും. ബ്രോ, അഫ്കോൺസ് എന്ന് പറഞ്ഞൊരു സ്റ്റോക്ക് ഉണ്ടായിരുന്നു. IPO വന്നതിന് ശേഷം അതിപ്പോ ബോട്ട് എത്തിയിട്ട് ഒരു 5 ദിവസമായിട്ട് ഒരു ഗ്രീൻ ക്യാൻഡിൽ കാണിക്കുന്നുണ്ട്. ഒന്ന് നോക്കാവോ? 15,000 കോടിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. ഇൻഫ്രാസ്ട്രക്ചർ, ഞാൻ ഈ സെക്ടർ അത്ര ഇപ്പോൾ എന്താ പറയുക നോക്കുന്ന ഒരു സെക്ടറല്ല. കമ്പനി ഗ്രോത്ത് ഉണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് കോമ്പൗണ്ട് റിട്ടേൺസ് കിട്ടും, പക്ഷേ ഇൻഫ്രാ റിലേറ്റഡ് കമ്പനികൾ ഈ ഒരു മാർക്കറ്റ് സൈക്കിളിലൊരു താല്പര്യമില്ല.
നമ്പർ ഓഫ് ഷെയർ ഓക്കെ. ഹോൾഡേഴ്സും റിഡക്ഷൻ നടക്കുന്നുണ്ട്, വലിയ ബേസിലല്ലാന്നേ ഉള്ളൂ. നല്ല ഫാൻസിയിൽ വന്ന സ്റ്റോക്കാണെന്ന് തോന്നുന്നു. 3 ലക്ഷത്തിന് അടുപ്പിച്ചിട്ട് നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടായിരുന്നല്ലോ. നല്ല അല്ല ഫാൻസിയിൽ വന്നതാ, പക്ഷെ അത് ഒരു വർഷത്തോളമായിട്ട് ഇപ്പോ താഴത്തോട്ടാ. ഈ ഫാൻസിയിൽ വന്ന എല്ലാം ഇങ്ങനെ തന്നെയാണ്. ഓക്കെ, ഇപ്പം നമ്മൾ എന്താ പറയുക, ഓല, ഗ്രോ, അല്ലെങ്കിൽ ഇങ്ങനെ നൈക്ക, പേടിഎം, എല്ലാ സ്റ്റോക്കുകളും ഫാൻസിൽ വരുന്ന എല്ലാത്തിൻ്റെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. ഈ ലേറ്റൻ വ്യൂല് ബ്രേക്ക് ഔട്ട് ആയിട്ട് പിന്നെ അത് ഫെയിൽ ആയോ? one second. ഇല്ല, ഫെയിലൊന്നും ആയില്ലല്ലോ. ബ്രേക്ക് ഔട്ട് അതിൻ്റെ 466-ലാണ്. ഓക്കെ, നമ്മൾ എൻ്റർ ചെയ്ത് തുടങ്ങിക്കുന്നത് 445 തൊട്ടാണ്. ഇപ്പം എന്നും സ്റ്റോക്ക് മേലിലോട്ട് കയറി പോകത്തില്ലല്ലോ. സ്റ്റോക്ക് കുറച്ച് താഴോട്ട് വരും. ഇനി ഒരു സമയമാകുമ്പോഴത്തേക്ക് അഗൈൻ ഇപ്പോൾ റീസെൻ്റ്ലി ഉണ്ടാക്കിയിരിക്കുന്ന ഹൈ ബ്രേക്ക് ചെയ്ത് മേലിലോട്ട് കയറി പോകും. അതങ്ങനെയൊക്കെ തന്നെയാണ് സ്റ്റോക്കുകൾ, അങ്ങനെയാണല്ലോ. 500-ലൊരു ബ്രേക്ക് ഔട്ട് പോലെ തോന്നി. 500-ൽ ഇല്ല, അല്ല, അവിടെ അങ്ങനെ ഒരു ബ്രേക്ക് ഔട്ടിനായിട്ടില്ല. അത് റൗണ്ട് ഫിഗർ എന്നുള്ള രീതിയിലല്ലാതെ അവിടെ റെസിസ്റ്റൻസ് ഇതിന് മുന്നേ ഫോം ചെയ്തിട്ടില്ലല്ലോ. ഓക്കെ, അത് ഇതിന് മുന്നേ 500-ൻ്റെ റേഞ്ചിലോട്ട് വന്നപ്പോഴത്തേക്കും 500 ഒരു പ്രോപ്പർ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തിട്ടില്ലല്ലോ. എൻ്റെ നെക്സ്റ്റ് ഒരു പ്രോപ്പർ റെസിസ്റ്റൻസ് കുറച്ചുകൂടെ മേലിലോട്ട് കയറണം. 500-ൽ നിന്ന് പിന്നെ മേലിലോട്ട് 525 ആ റേഞ്ചിലോട്ടൊക്കെ പോകണം. ഓക്കെ, എനിവേ നമ്മളിനി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ സംസാരിച്ച് അങ്ങ് പോകുന്നതായിരിക്കും. ഞാനിത് വൈൻഡപ്പ് ചെയ്യാം. ഒരു മിനിറ്റ്. ആ അല്ല, മറ്റേ നമ്മള് പ്രീവിയസ് മൾട്ടിബാഗേഴ്സിന്റെ ഒരു സ്റ്റഡി നടത്തിയില്ല ഗ്രൂപ്പില്, അതൊന്ന് റീഷെയർ ചെയ്യാൻ പറ്റുമോ? ഞാൻ ഗ്രൂപ്പിൽ സെർച്ച് ചെയ്തിട്ട് കണ്ടില്ല. ഒരു 4-5 മാസം മുമ്പ് നടത്തിയൊരു PDF ഉണ്ടായിരുന്നു. അത് ബുദ്ധിമുട്ടായിരിക്കും ഭായി. ഞാനത് എൻ്റെ ഡേറ്റയൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഡിസ്കോഡിൻ്റെ അകത്തുള്ളതേ ഉള്ളൂ. അതിന് വേറെ ആരെങ്കിലും എന്താ പറയുക, വേറെ ആരെങ്കിലും ഒരു സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഭായിയുടെ എന്താ പറയുക, ഈ ഡിസ്കോഡിൻ്റെ യൂസർ നെയിം എല്ലാം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആരെങ്കിലും ഷെയർ ചെയ്ത് ഇല്ല, ഗ്രൂപ്പിൽ തന്നെ ഷെയർ ചെയ്താൽ മതി. നമുക്ക് ഓക്കെ, പബ്ലിക് ഗ്രൂപ്പിൽ എനിക്ക് മാത്രമല്ല മെസ്സേജ് അയക്കാൻ പറ്റുള്ളൂ. അല്ല, പബ്ലിക് അല്ല, പ്രൈവറ്റ്, നമ്മുടെ പ്രൈവറ്റ്. ഓക്കെ, അല്ലെങ്കിൽ എനിക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കത് ഫോർവേഡ് ചെയ്താൽ ഞാൻ വേണമെങ്കിൽ ബൈക്ക് തരാം. ഞാൻ ഗ്രൂപ്പിലാത്തണം. ഓക്കെ, HEG-യെ കുറിച്ചൊരു വ്യൂ കൂടെ പറയാമോ? ഓൾറെഡി മൾട്ടിബാഗർ റിട്ടേൺസ് എന്ന സൈക്ലിക്കൽ സ്റ്റോക്ക് ടോപ്പിൽ നിന്ന് ഇത്രയും താഴെ വന്നെങ്കിലും സ്റ്റിൽ അതിൻ്റെ അകത്ത് നെക്സ്റ്റ് സൈക്കിൾ പ്ലേ ആവുന്നതിൻ്റെ ഇൻഡിക്കേഷൻ ഒന്നുമില്ല. ഓക്കെ, താങ്ക് യു. അജുഭായ് വൈൻഡപ്പ് ചെയ്യാറായപ്പോൾ ചെറുപറ ക്വസ്റ്റ്യൻസ് ആയില്ലേ? അതെ, അല്ല, അതിൻ്റെ ചെയ്യാൻ പോകുമ്പോൾ എപ്പോഴും അങ്ങനെ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. ഓക്കെ, ബൈ.